രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം എനിക്ക് സുപരിചിതരല്ല, ആദ്യമായിട്ടാണ് അഭിമുഖം കാണുന്നെങ്കിൽ തന്നെയും കർത്താവിൽ നമ്മൾ വളരെ പരിചിതരാണ്. പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ചിറകിൻ കീഴിൽ നമ്മൾ ഒന്നിച്ച് പറക്കുന്നതായിട്ടുള്ള ഒരു ആത്മീയ സംഘമാണ് നമ്മളുള്ളത്. ഈ ഭവനത്തിലുള്ള ബെന്നിച്ചൻ എന്നെ വിളിച്ചു. ബ്രദർ ഷിബു ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. എന്റെ സ്നേഹിതനാണ് ജീവൻ. അങ്ങനെ എനിക്ക് പരിചയമുള്ള ചുരുക്കം ചില ദൈവദാസന്മാർ മാത്രം ഇവിടെ ഉണ്ട്. എല്ലാത്തിലുപരിയായി ഇവിടെ ഗോപിനാഥൻ ആചാര്യ പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, കർത്താവായി യേശു ക്രിസ്തു ഈ വീടിന്റെ ഫ്രണ്ടിൽ നമുക്കായി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഹരിമനാഥൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും വന്നിരിക്കേണ്ട ഒരു പ്രയോജനമല്ല പ്രിയപ്പെട്ടവരെ. പ്രൈസ് ഗോഡ്. ഞാൻ 1991 മാവേലിക്കര പ്രസംഗിക്കാൻ വരുന്നത്. ഞാനും ആശാരി ഉപദേശിയല്ല ഒന്നിച്ചായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. ആ കാലഘട്ടങ്ങളൊക്കെ വളരെ തീച്ചുളയുള്ള നാളുകളായിരുന്നു. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ എല്ലാ യോഗങ്ങളിലെ 2 അക്ക സംഖ്യ രക്ഷിക്കപ്പെട്ടു മുമ്പോട്ട് കടന്നു വരുമായിരുന്നു. 91 ബിഷപ്പ് മോളൊക്കെ എന്റെ താഴെ നടന്ന കൺവെൻഷനിൽ ഞാൻ PV ആശാരി, ഗംഗാധരൻ ആശാരി, തുളസി ഞങ്ങൾ 5 പേര് ഹൈന്ദവർ മാത്രമായിരുന്നു. ആ യോഗം വലിയ മഹാത്മ്യമായിട്ട് മാറി. അവസാനം അവരെ ഞങ്ങൾ ഇവിടെ ഈ അച്ഛൻ ഒരു ആറ്റിൽ ഞങ്ങൾ സ്നാനപ്പെടുത്തിയത്. ആ സ്നാനം നടന്നുകൊണ്ടിരുന്നപ്പോൾ സമുദായത്തിൽപ്പെട്ടതായ ഒരു സഹോദരി മാറി കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. സ്നാനത്തിന്റെ അവസാന നിമിഷം ആരാണ്ട് എടുത്തെറിയുന്നത് പോലെ അവരെ വെള്ളത്തിലോട്ട് ഇറങ്ങി ആ പുള്ളിക്കാരത്തി ആശാരി ഉപദേശിച്ച് സ്നാനപ്പെട്ടേച്ചാ പോകുന്നു. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞ സത്യത്തെ ഉയർന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവവചനത്തിന് എന്ന പ്രാധാന്യതയായിരുന്നു. ക്രിസ്തുവിനെ ഉയർന്നൊരു കാലഘട്ടമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി ഇടിച്ചിറങ്ങുന്ന എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ദൈവത്തിന്റെ മഹത്വം. 41 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആരാധിക്കുന്ന, ഇന്ന് ഞാൻ സ്നേഹിക്കുന്ന യേശുവിനെതിരായി പ്രവർത്തിക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നല്ല നേതൃസ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഭാരതത്തിൽ നിന്നും എങ്ങനെ ഈ സത്യസുവിശേഷത്തെ ഇല്ലാതാക്കാം എന്നുള്ളൊരു വമ്പൻ പദ്ധതിക്ക് എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ തുടക്കം കുറിച്ചെങ്കിൽ തന്നെയും പരമോന്നതമായിട്ടുള്ള ഇടപെടൽ മുഖാന്തരം എന്റെ പദ്ധതിയെല്ലാം തകർന്ന് തരിപ്പണമായി. ചുരുക്കം പറയാം, മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർന്ന് മാനസികമായി സമനില തെറ്റി ആത്മഹത്യക്ക് വേണ്ടിയുള്ള പ്രേരണയായി. കാരണം ഒത്തിരി കാര്യങ്ങളിൽ ഉടയ്ക്കും തന്നെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയുകയാണ്. ചില ഭാഗത്ത് സ്പീഡ് കൂട്ടി ഞാൻ പ്രസംഗിച്ചു എന്നും വരാം. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി തിരുവനന്തപുരം, മധുര, മദ്രാസ്, കോട്ടയം ഈ പട്ടണങ്ങളിലെല്ലാം പോയി. പക്ഷെ അവിടെ എല്ലാം ചെല്ലുമ്പോൾ എല്ലാം ഓരോരോ തടസ്സങ്ങളാണ്. അവസാനത്തെ ആത്മഹത്യാ ശ്രമത്തിനായിട്ട് ഞാൻ മംഗലാപുരം എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോവുകയാണ്. മംഗലാപുരത്തിന്റെ അവസാനത്തെ യാത്രയാണ്. എനിക്കിന്ന് ജീവിതമുണ്ട്. രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന സമയത്ത് ഇഷ്ടം പോലെ സ്നേഹിതന്മാരുണ്ടായിരുന്നു, സ്വാധീനമുണ്ടായിരുന്നു. തല്ലുന്നവനും അടിക്കുന്നവനും വെട്ടുന്നവനും ഒക്കെ എന്റെ പിന്നിലുണ്ടായിരുന്നു. ഒരുത്തിനെ വെട്ടാൻ പറഞ്ഞാൽ അവൻ വെട്ടുമായിരുന്നു, അടിക്കാൻ പറഞ്ഞാൽ അടിക്കുന്നവർ കൂടെ ഉണ്ടായിരുന്നു. ഏതിനും അടിക്കാത്തതായ പാപത്തെ ചുമക്കുന്ന ഒരു കൂട്ടം എന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവസാനം ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ, അസമാധാനത്തിന് നിറച്ചുള്ള എന്റെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ, എന്റെ സാമ്പത്തികം ഇല്ലാതായി തീർന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ അവരെല്ലാം വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. സ്വന്തമെന്ന് പറഞ്ഞവരും ബന്ധമെന്ന് പറഞ്ഞവരും ഒക്കെ അന്തിച്ചു നോക്കി നിന്നു. അവർക്കാർക്കും എനിക്ക് ഒരു രൂപാന്തരം വരുത്താനോ ഒരു നല്ല കാര്യം പറഞ്ഞു തരാനോ എന്റെ മനസ്സിനെ ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ല. ദൈവത്തിന് മഹത്വം. എന്നാൽ എന്റെ ബാല്യകാലത്ത് TPMലെ ഒരു ഉപദേശി, ഒരു അമ്മച്ചിയെ ഒരു തോട്ടിൽ തിരുവചനത്തിൻ പ്രകാരം സ്നാനപ്പെടുത്തുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട ശേഷം ഞാൻ മാറി നിന്ന് അത് വളരെ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. നാട്ടുകാരിടപെട്ടു. ഏതായാലും എന്റെ ശരീരം കേടുകൂടാതെ ഞാൻ അവിടുന്ന് കൊണ്ടുപോകുന്നു പറയാം. അവിടെ ഒരു ഹൈന്ദവനായ വ്യക്തി പറഞ്ഞിട്ട് അവരവരുടെ ദൈവത്തെ ആരാധിക്കുകയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, നിനക്കവിടെ എന്നാ കാര്യം, അടികൊള്ളുമെന്ന് പറഞ്ഞു, കണ്ടുപോയേക്കരുന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരു നല്ല കാര്യത്തിന് സമൂഹത്തിന്റെ ഇടയിൽ സപ്പോർട്ട് പറയുന്ന എപ്പോഴും ഒരു നല്ല പ്രിയപ്പെട്ടവര് കാണും. അവർക്കൊരു നല്ല മനസ്സുണ്ട്. ഒരുപക്ഷെ അവർ വിശ്വാസത്തിൽ വന്നവരോ സ്നാനപ്പെട്ടവരോ യേശുവിനെ സ്വീകരിച്ചവരോ ആയിരിക്കത്തില്ല. എങ്കിലും അവരുടെ മനസ്സിന്റെ മനസാക്ഷിയിൽ ഈശ്വര ചിന്ത വസിക്കുന്നത് കൊണ്ട് ദൈവം അവരത് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അറിയാമല്ലോ, നമ്മുടെ കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ള പല പ്രിയപ്പെട്ടവരും മറ്റുള്ള സഭകളിലും പള്ളികളിലും കൂടുന്നവര് വളരെ നിലയിൽ നമ്മളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് ദൈവശക്തിയാ. അതിനെ യേശു വരുമ്പോഴേ ഉണർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. എല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഭാരതത്തിലെ സന്യാസിമാരുടെയും 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും പഠിക്കുമ്പോഴൊക്കെയും ആർഷഭാരതത്തിലെ സന്യാസിമാരുടെ ഉള്ളിലെല്ലാം ഈശ്വര ചിന്തയുണ്ടായിരുന്നു. രക്ഷകൻ എവിടെ എന്നവർ എൻക്വയറി ചെയ്തെങ്കിൽ തന്നെയും കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. ഇത് ദൈവം കണ്ണു തുറക്കുന്നവന് മാത്രമേ എന്റെ പിതാവ് ക്രമം നൽകിയിട്ടല്ലാതെ
ആർക്കും ഒരിക്കലും വരാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെല്ലാം നോക്കിയാലും നടക്കത്തില്ല. എനിക്കും നിങ്ങൾക്കും ആ കൃപ ലഭിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പ്രീസലോ, നമുക്കിങ്ങനെ പല ജാതികളിലും പല മതങ്ങളിലും പല ദൈവങ്ങളിലും പല ആചാരങ്ങളിലും ആയിരുന്നു നമുക്ക് ഏക സത്യ ദൈവത്തെ ഏകവായനാൽ ഒരുമനപ്പെട്ട് സ്തുതിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകി. പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് യേശുക്രിസ്തു ആശാരി കുടുംബത്തിലെ ജനിച്ചത്, ഞാനും ആ കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം യഹൂദനായിരുന്നു, തൊഴിലുകൊണ്ടൊന്നായിരുന്നു. ഞാനൊരു ജാതീയ മനുഷ്യനാണ്. യഹൂദൻ, ദൈവസഭ, ജാതികൾ. ദൈവത്തിന്താണ് 3 കാറ്റഗറി ആയിട്ടാണ് ബൈബിളിൽ ജനത്തെ തിരിച്ചിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ മംഗലാപുരം പട്ടണത്തിൽ മരണത്തിന് വേണ്ടി പോയ സമയത്ത് AT ജോസഫ് ആറുവങ്കിൽ വീട് പഴവങ്ങാടി വിയോ റാന്നി ഐത്തല എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ചങ്ങനാശ്ശേരി പാസ്റ്റർ VA തമ്പി മറിയാമ്മയാന്റെ അവരുടെ പ്രസ്ഥാനം, അന്ന് പെരുന്നേരായിരുന്നു അവരുടെ പ്രസ്ഥാനം. അവിടെയുള്ള ആ സഭ ആസ്ഥാനം അവിടെയായിരുന്നു. അവിടെയുള്ള ഒരു കർത്തൃദാസനായിരുന്നു ഈ ജോസഫ് അച്ചായൻ. ഞാൻ ആത്മഹത്യക്ക് മംഗലാപുരം പട്ടണത്തിൽ ചെന്നപ്പോൾ ജോസഫ് അച്ചായൻ കാസർഗോഡ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോരേണ്ട ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എന്റെ സഹോദരൻ, ഞാൻ എങ്ങനെ ഇവിടെ വന്നെന്ന് എനിക്കറിയത്തില്ല. മംഗലാപുരം പട്ടണത്തിൽ വെച്ച് ആ മനുഷ്യന്റെ തോടെ ചെന്ന് ഞാൻ ചോദിച്ചു, സാറേ, എനിക്കിത് ഈ റൂട്ടിൽ കൂടെ പോയാൽ ഈ ഭാഗത്ത് വരാനായിട്ട് പറ്റുമോ? എന്തിനാ? ഒഴിഞ്ഞ ഓണിച്ചെന്ന് മരിക്കുക, ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുത്ത് ചാടുക, അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുക. ഞാൻ എന്തിന് എത്ര ദൂരത്ത് പോകുമെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ നാട്ടിലോ വീട്ടിലോ കോട്ടയം ജില്ലയിലോ ആണെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ തലയും കാലും അസ്ഥിയെല്ലാം കൂടെ റെയിൽവേ പോലീസ് ഇതെല്ലാം കൂടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരും. പിന്നെ ചേട്ടന്റെ പേരിൽ അസ്ഥിത്തറ ഉണ്ടാക്കി എല്ലാ ദിവസവും അവർ തിരികെ തീരും തുടങ്ങും. പിന്നെ അനക്കം കേട്ടാൻ പറയും, ചേട്ടൻ കയറി വരുന്നു. എന്തിനാ ബുദ്ധിമുട്ട്? വെറുതെ വെടിതിരിക്ക് കാശും കളഞ്ഞ് അവർക്ക് മേടിച്ച് കിടക്കാനും പറ്റത്തില്ല, മിസ്സായി പോയെന്ന് ഓർത്തോളും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം, ഞാൻ ഫ്രണ്ട് കണ്ടപ്പോഴാണ് മനസ്സിലായി ഉപദേശിയാണെന്ന് മനസ്സിലായി. എനിക്കൊട്ടും സൂചിയില്ല, എനിക്ക് ഉപദേശിമാരെ ഇഷ്ടമല്ലായിരുന്നു. ഫ്രണ്ട് കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറയാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് സഹോദര, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാം, നമ്മളൊക്കെ നാട്ടുകാരല്ലേ. ജീവിതത്തിൽ ആദ്യമായി സഹോദര എന്നൊരു വിളിച്ചത് ഒരു കർത്താവിന്റെ ദാസനായിരുന്നു. മറ്റുള്ളവരൊക്കെ പലതും വിളിച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ പറ്റത്തില്ല. ഒരു ദൈവദാസനാണ് സഹോദര. എന്റെ സഹോദരന്മാർ പോലും എന്നെ സഹോദര എന്ന് വിളിച്ചിട്ടില്ല. ആ വിളി ഞാൻ നിശ്ചലനായി പോയി. നിക്ക് സഹോദര. അദ്ദേഹം എന്റെ സഹോദരനല്ല, നിക്ക് സഹോദര, നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. പ്രൈസ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു പെന്തക്കോസ്തൽ ഉപദേശമായിട്ട് കൂട്ടുകൂടി മുമ്പോട്ട് പോയി. അതിനോട് ചോദിച്ചു, എവിടാ വീട്? ഞാൻ തെറ്റിച്ചു പറഞ്ഞു. ഞാൻ മരിക്കാൻ വന്നവനും പുള്ളി സുവിശേഷത്തോടെ ഇരിക്കാൻ വന്ന ആൾ കൂടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പട്ടരുടെ ഹോട്ടലിൽ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മുടെ നാട്ടുകാരൊക്കെ അല്ലേ, നമുക്കൊരു ചായ കുടിക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട, പ്രൈസ് ഇങ്ങോട്ട് വാ, ഇദ്ദേഹം വാ, നമുക്കൊരു ചായയോ കുടിക്കാം. ഇത്ര നേരം ട്രെയിനിലൊക്കെ ഇരുന്നതല്ലേ. നിർബന്ധിച്ച് തന്നെ ചായക്കടയിലോട്ട് ഒരു പട്ടണയുടെ ഹോട്ടലിൽ കയറി. അവിടെ കയറിയപ്പോൾ മേശപ്പുറത്ത് ഒരു പ്രതിമ ഉണ്ടായിരുന്നു. നിങ്ങൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിൽ പോകുമ്പോൾ കാണാം, അവിടെ കൗണ്ടറിൽ ഒരു പ്രതിമ, ഒരു മുട്ടത്തലേന്റെ പ്രതിമ കാണാം. ഒരു ക്ലിപ്പിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുക. ആര് കയറി എന്ന് പറഞ്ഞാൽ ഈ ഫാൻ കയറിയിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഈ പ്രതിമ എന്നെ നോക്കി കുറച്ചേരം ഇങ്ങനെ ചിരിക്കുന്നത് എനിക്ക് തോന്നി. പ്രൈസ് എന്നെ പരിഹസിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മാനസിക അന്തരീക്ഷമായിരുന്നു. അപ്പുറം ഇപ്പുറം ഇരുന്നു, ചായ കൊണ്ടുവന്നു. എന്നെ സഫറിന് വേണ്ട ചായ മതി. ഓക്കെ, ഫുൾ ചൂടോടെയുള്ള ചായ ഒറ്റ വലിക്ക് ഞാൻ കുടിച്ചെന്നുള്ളതാണ്. ആ ചൂട് എനിക്ക് വിഷയമല്ല. മരണം പിടിച്ചു കഴിഞ്ഞാൽ, ആത്മഹത്യ എന്താ ഭരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കേരള മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാലോ 10 കോടി സ്വർണം തരാമെന്നോ പറഞ്ഞാലോ തിരുവല്ലയിലെ 3 ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞാലോ നമ്മൾ അതിന്റെ പുറകെ പോകത്തില്ല. കാരണം ആ റേഞ്ചെല്ലാം നമ്മുടെ ഇങ്ങനെ കഴിഞ്ഞു പോയി. നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിമുട്ടുകളും ജീവിതവും ചിന്തയെല്ലാം മരണം എന്ന ഭീകരൻ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പ്രൈസിൽ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും മരിക്കാൻ ആഗ്രഹിച്ചവർ അവർ മരിച്ചിരിക്കും. കേരളത്തിലെ എത്ര മുതലാളിമാരുടെ കുഞ്ഞുങ്ങളാ, പെൺമക്കളാ ബാംഗ്ലൂരിലും കേരളത്തിലും ഒക്കെ തൂങ്ങി മരിക്കുന്നു, വിഷപിടിച്ച് മരിക്കുന്നു. ആറ്റിച്ചാട് കാശില്ലാഞ്ഞിട്ടാണോ, കഞ്ഞിയില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. ഇതൊന്നുമല്ല. സമാധാനം മനുഷ്യന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനെ മരണം പിടിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ അവിടെ വെച്ച ചായ കൊണ്ടുകൊടുത്ത് പെട്ടെന്ന് കുടിച്ച് അദ്ദേഹം അവനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. അതാണ് വെളിപ്പാടുള്ള ഒരു മനുഷ്യനായിരുന്നു ജോസഫ് അച്ചായൻ. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പേര് എന്റെ സഹോദര വെട്ടാനും കുത്താനും കൊല്ലാനും ഒക്കെ നടക്കുന്നു. ഇവരൊക്കെ ദൈവത്തെ അറിഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ എന്നെ അറിയുമോ? അതെങ്ങനെ? നമ്മൾ തമ്മിൽ ഇപ്പൊ അറിഞ്ഞതല്ലേ, കണ്ടതല്ലേ ഉള്ളൂ. നേരത്തെ അറിയുന്നത് എങ്ങനെയാ? നമ്മളെ രണ്ടുപേരെ അറിയാവുന്ന ഒരാളുണ്ടെന്ന് പുള്ളി ഇവിടെ വെച്ച് പറഞ്ഞു. സംശയം. ഞാനോർത്ത് ഈ ചായയും അപ്പവും ഒക്കെ എടുത്തു കൊടുക്കുന്ന ഹോട്ടലിലെ വെയിറ്ററാന്ന് ഓർത്ത് നമ്മളെ രണ്ടുപേരെ അറിയാവുന്ന ഒരാളുണ്ട്. അദ്ദേഹം എടുത്ത വരെ പറയാ, യേശു ക്രിസ്തുവിനെ അറിയാമെന്ന് ചോദിക്കാൻ പറഞ്ഞു. പിന്നെ യേശു ക്രിസ്തുവിനെ അറിയാം. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് മുട്ട 3 പള്ളികളാണ് ഉള്ളത്. അപ്പുറം പള്ളി പടിക്കലൊന്ന്, റോഡ് സൈഡിലൊന്ന്, ആ കുരിശുകളുടെ അവിടെ എവിടെ എല്ലാം ഇഷ്ടം പോലെ യേശു, പല വലിപ്പത്തിലുള്ള യേശു. എന്നെ പറഞ്ഞു, എന്റെ അച്ചായാണെന്ന് എന്നോട് പറയണ്ട, ഈ യേശുവിനെയൊക്കെ ഞങ്ങളാണ് ഉണ്ടാക്കി കൊടുക്കുന്ന. യേശുവിനെ അവർ വലിപ്പം പറയും, ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, ഞങ്ങൾ കാശ് മേടിക്കും, അവരെടുത്തോണ്ട് പോകും. പക്ഷെ ആ യേശുവിനെ കുറിച്ചല്ല, ഒറിജിനൽ യേശു സ്വർഗത്തിനുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ്. ഇയാൾ ഉണ്ടാക്കിയ യേശുവിനെ കുറിച്ചല്ല. പുള്ളി ചൂടായി. ഇയാൾ ഉണ്ടാക്കിയ യേശു അല്ല, സ്വർഗത്തിൽ ജീവൻ യേശു ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ്.
അന്നേരം സ്വർഗം എന്നുള്ള വാക്കിനെ കുറിച്ച് കേൾക്കുന്നത്. സ്വർഗം അതുവരെ ഞങ്ങളുടെ പുരാണത്തിലൊന്നും സ്വർഗത്തെ കുറിച്ച് പറയുന്നില്ല. അവിടെ ഈ ദേവലോകം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തെ കുറിച്ച് ഞാൻ അതെവിടെ സ്വർഗം ഉന്നതനുള്ള യേശു ഇന്നും ജീവിക്കുന്നു, യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവാന്ന് പറഞ്ഞു. എനിക്കത് ഞാൻ പറഞ്ഞു യേശു മരിച്ചിട്ട് 2000 കൊല്ലമായിട്ട് അത് ഉയർത്തെഴുന്നേറ്റ് അവനിൽ വിശ്വസിച്ചാൽ നിങ്ങളൊന്നും ചെയ്ത് നിങ്ങളൊന്ന് ഇയാളൊന്ന് വിശ്വസിച്ച് നോക്കി, ഇയാൾക്ക് നല്ല സമാധാനം കിട്ടും. നിങ്ങൾ മാനസികമായി വലിയ വിഷമത്തിലാണ്, നിങ്ങൾ എന്തിനും തയ്യാറായിട്ട് നടക്കുക. ഞാൻ പറഞ്ഞു അതെ. അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് പുറത്തോട്ട് പോവാം. ആ റോഡ് സൈഡിൽ നിന്നു അല്പനേരം കൂടെ സംസാരിച്ചു. പുള്ളി അങ്ങ് നിർബന്ധിച്ചു, സഹോദരൻ നീ എങ്ങും പോകണ്ട, നിന്നെ യേശു സ്നേഹിക്കുന്നു, എനിക്ക് എങ്ങനെ മരിക്കണം. പുള്ളി യേശുവിനെ സ്നേഹിക്കുന്നത് പുറകെ കിടക്കുക. ഞാൻ അവസാനം പറഞ്ഞു നീ പാപിയാണെന്നും യേശു നിന്നെ രക്ഷിച്ചാൽ നീ യേശുവിന് വേണ്ടി ജീവിക്കാമെന്നും ഒരു തീരുമാനം എടുക്കുക. അതിന്റെ 5 പൈസ പോലും മുടക്കില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചത് ഇയാൾ പറഞ്ഞതിന്റെ അകത്ത് സത്യം ഉണ്ടെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പാപിയാണെന്ന് സമ്മതിക്കാം. മനസ്സോടെ ഞാൻ സമ്മതിച്ചത്. കർത്താവായ യേശു എന്നെ രക്ഷിച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്നും, ഈ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും, എൻ്റെ മാനസിക വിഷമത്തിൽ നിന്നും, ഈ ഒറ്റപ്പെടലിൽ നിന്നും എന്നെ രക്ഷിച്ച് ഞാൻ യേശുവിനോട് ജീവിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, വെറും പോഷത്വകരമായ പ്രാർത്ഥന നമ്മുടെ വലിയവനായ ദൈവം സ്വർഗത്തിൽ നിന്ന് കിട്ടും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഒറ്റപ്പെട്ട ഒരു മനുഷ്യന്റെ വേദന, നാടുവിട്ട മനുഷ്യന്റെ വേദന, മരിക്കാൻ നടക്കുന്നവന്റെ വേദന, പാപികളെ രക്ഷിക്കാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നെങ്കിൽ തന്നെയും ആത്മാവിൽ ഇന്നും അവൻ പാപികളെ രക്ഷയ്ക്കായിട്ട് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്റെ കണ്ണെല്ലാം നിറഞ്ഞ് ദൈവദാസന്റെ കൈക്ക് പിടിച്ചു. ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, മാറുന്നെങ്കിലും തോളെ തട്ടി ചേർത്ത് പിടിച്ചു. പ്രൈസലോ പോകാം, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. എന്നെ പിടിച്ചു, ആ ട്രെയിനെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു നീ ഇയാളൊന്നും ചെയ്യണ്ട, ഇയാൾ നേരെ ചങ്ങനാശ്ശേരിക്ക് പോകാൻ പറഞ്ഞു. ചങ്ങനാശ്ശേരി 41 വർഷം മുമ്പ് ചങ്ങനാശ്ശേരിക്ക് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ മരിക്കാൻ പോയ ആ ട്രെയിനിൽ എന്നെ കയറ്റി വിട്ടു. ഞാനൊക്കെ ആ ട്രെയിനിൽ കയറിയ നിമിഷം മുതൽ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ എന്റെ തൊട്ടുപുറകെ വന്നിരുന്നു. ഞാൻ കണ്ണടച്ചപ്പോൾ കണ്ണു തുറന്നപ്പോൾ ആളിനെ കാണുന്നില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൂടെയുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ കൂടെയുണ്ട്. കണ്ണു തുറക്കുമ്പോൾ ആളിനെ കാണുന്നില്ല. പ്രൈസ്തലോർഡ്. അവിടെ ഞാൻ ചങ്ങനാശ്ശേരി വന്നു. ചങ്ങനാശ്ശേരി വന്നപ്പോഴല്ല ഈ ആൾ കൂടെയുണ്ട്. ആ യോഗ സ്ഥലത്ത് വന്നിരുന്ന BM ഗുരുവിട നിത്യത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം അവരുടെ കർത്തൃമേശയ്ക്ക് തുണിയെല്ലാം ഇട്ട് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പറയുന്നത് യേശുവിന്റെ ബോഡി ശരീരമാണ്, ഇത് യേശുവിന്റെ രക്തമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. അവിടെ എനിക്ക് സംശയം വന്നു. 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ തറച്ചു വന്ന യേശുവിന്റെ ഡെഡ് ബോഡി ഇവരെടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായിരിക്കും നാളത്തെ അവസ്ഥ? ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നും വന്ന് ഞാൻ വേദപുസ്തകത്തിന്റെ അറിവില്ലാത്തതുകൊണ്ട് തെറ്റിദ്ധാരണകൾ ധാരാളം സംഭവിച്ചെങ്കിൽ തന്നെയും ആ തെറ്റിദ്ധാരണകൾ തിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ആ മൂലയ്ക്ക് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരും കണ്ണു തുറന്നിരിക്കരുത്, സ്തോത്രം ചെയ്യണം എന്ന് ഗുരുവിളാച്ച ശക്തമായിട്ട് പറഞ്ഞു. ഞാനിത് പറയാൻ നോക്കിയിട്ട് ഒരു പരിപാടി നടക്കുന്നില്ല, തെറ്റിപ്പോകാൻ വേണ്ടി സോസറ എന്നാ പറയുന്നത്. നമുക്ക് പറഞ്ഞോളൂ നല്ല പരിചയമില്ലല്ലോ. അതൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെ കൃപയും മാനസാന്തരമൊക്കെ അല്ല, ചുമ്മാ ശരിയാകത്തില്ല. ഞാൻ 3-4 പറഞ്ഞു ദൈവമക്കളെ ശരിയാകത്തില്ല. പ്രൈസലോ. അവസാനം ദൈവദാസൻ പറഞ്ഞു എല്ലാവരും കണ്ണടയ്ക്കുക, അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ കുരുവിളാച്ചന്റെ അരികിൽ നിന്നും ഒരു വലിയൊരു 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ വെള്ള വസ്ത്രം ധരിച്ച് 2 അടി പൊക്കത്തിൽ ആ യോളിന് നടുക്കോട്ട് വന്നിട്ട് ഒരു കൈ എന്റെ നേരെ ഇങ്ങനെ നീണ്ടു വന്നതായിട്ട് എനിക്കറിയാം. കരസ്പർശനത്തോടുകൂടെ തന്നെ കറണ്ടടിക്കുന്ന ഒരു ശക്തി എന്റെ ദേഹത്ത് വന്നു. പ്രൈസലോ. എന്റെ വെയിറ്റ് എല്ലാം കുറയുന്നത് പോലെ തോന്നി. ഞാൻ ആ ഇരുന്ന ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം മറന്നുപോയി മറ്റൊരു ലോകത്തിലേക്ക് എന്റെ ഹൃദയവും മനസ്സും ഒന്ന് മാറിപ്പോവാണ് ചെയ്തത്. ആ യോഗത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എന്നിൽ നിന്ന് ആരൊക്കെ അകന്നു പോയതുപോലെ. പ്രൈസലോ. ഒരാൾ എന്റെ കൂടെ നടക്കുന്നത് യേശുവിന്റെ സാന്നിധ്യമാണ്. അനുഭവിക്കുന്ന ഒരു നിങ്ങളോടൊപ്പം നിങ്ങളോടെല്ലാവരും കൂടെ ഉണ്ട്. നിങ്ങളുടെ വണ്ടിയിലെ, നിങ്ങളുടെ ബൈക്കിലെ, നിങ്ങളുടെ ഓട്ടോയിലെ, നിങ്ങളുടെ ബെഡ്റൂമിലെ എല്ലാം നിങ്ങളോട് കൂടെ ഉണ്ട്. പ്രൈസലോ. നിങ്ങൾ പലപ്പോഴും കാണുന്നില്ല. എന്റെ സാന്നിധ്യം ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ദുബായിലായിരുന്നു. അയ്യോ അത് കാണണം, ആകാശത്തോടെ ആ സാധനം പോകുന്നതാണ്, ഈ അതിന്റെ വലിപ്പം കാണും. എനിക്കത് കാണാൻ വലിയ കൊതിയാ. പ്രൈസർ. ഞാൻ മരണത്തിൽ ഒന്നും ഭയപ്പെട്ടു, ഇതിലും എത്ര കാഴ്ച കേട്ടതാണ് മരണം. അതുകൊണ്ട് മരണത്തെ പേടിയൊന്നുമില്ല. അപ്പൊ ഈ കുന്തം ഇങ്ങനെ കത്തിപ്പോവാണ്. മോളിൽ കൂടെ കടല് ഗുജറാത്തിലേക്കുള്ളത്, ഇസ്രായേലിലേക്കുള്ളത്. പ്രൈസർ. ഓരോ സൈഡ് അവിടെ നിന്ന് വിടുന്നതാണ്, ഇറാൻ തൊട്ടടുത്താണ്. ആ താഴോട്ട് വീണ് കഴിഞ്ഞാൽ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു 10 കിലോമീറ്റർ നടുങ്ങി നമ്മൾ പോയി പോകും. അതുപോലുള്ള സാധനം അവർ അയച്ചിരിക്കുന്നത്. പ്രൈസർ. അത് ദൈവത്തിന്റെ ജനമേ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സമയമല്ലാതെ ഒരു JCB കയറ്റി ഇറക്കിയെന്ന് പറഞ്ഞാൽ പോലും നിന്റെ ലോകത്തിൽ ഒന്നും പറ്റത്തില്ല. അതിന്റെ ടയർ പഞ്ചറാണ്. പ്രൈസലോ. അതാണ് ദൈവത്തിന്റെ വിശ്വസത. മരിക്കാൻ പോയിട്ട് എന്നെ ദൈവം മരിപ്പിച്ചില്ല. അങ്ങനെയാണെങ്കിൽ മരണസ്ഥലത്ത് നോക്കി നിന്നാൽ ഈ കൂടെ നീ പൊക്കോന്ന് പറയില്ല. നിങ്ങളിൽ പലരുമുണ്ട് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പല അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ ഒപ്പിയെടുത്ത് കാത്തു സൂക്ഷിച്ച് ഇന്ന് രാത്രി ഈ പ്ലാസ്റ്റിക് കസര ഇരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് മോഡേൺ മെഡിസിനോ അല്ല, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൃപയാണ്. കോവിഡ് വന്ന നിന്റെ
തൊട്ടും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള പല അച്ചായന്മാരെ അമ്മച്ചിമാരെയും കടിച്ചപ്പെട്ട പല കുഞ്ഞുങ്ങളെ അവർ കൂട്ടത്തോടെ കൊണ്ടുപോയപ്പോൾ കുഞ്ഞെ ഇന്ന് രാത്രിയിൽ ദൈവം നിന്നെ നിരത്തിയിരിക്കുന്നത് നിന്നോടുള്ള ദൈവത്തിന്റെ ഏതോ ഒരു വലിയ സ്നേഹം, ഏതോ ഒരു നല്ല തീരുമാനം, നാട്ടുകാരും വീട്ടുകാരും ഗവൺമെന്റും അറിയാതെ അത്യുന്നതനായ ദൈവമായിട്ടുള്ള ഒരു ബന്ധം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. പുറംലോകത്തിന് അറിയാൻ സാധിച്ചില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടില്ല. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം എത്ര വലിയവനാണ്. അവിടെ വന്നിരുന്നു. ആ സ്പർശനം അത് കഴിഞ്ഞ ശേഷമാണ് എന്നോട് പറഞ്ഞു, തമ്പിച്ചായൻ പറഞ്ഞു, യാതൊരു കാരണവശാലും നീ പുറത്തു പോകരുത്. പുള്ളിക്കാരനോ എങ്ങനെ ഇൻഫർമേഷൻ കിട്ടി ഞാൻ എന്റെ പാർട്ടി ബേസിലുള്ള ആളാണെന്ന് എടുത്ത പുള്ളിക്ക് പേടി തെറ്റി. പുള്ളി പറഞ്ഞു നീ പുറത്തു പോകണ്ട, ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. വി എ തമ്പിച്ചാൻ അവരുടെ സഭാചരിത്രം 170-ാമത്തെ പേജിൽ എന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. കാരണം അവിടുത്തെ ബൈസ്കൂളിലെ 25 കുഞ്ഞുങ്ങളെ ചേർത്തലയിൽ അന്ധകാരനഴി എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ വിരോധികൾ തടച്ചു വെച്ചു. പെൺകുട്ടികളായിരുന്നു. അവരെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു സംഘം പോയി. ആ സംഘം വണ്ടിയിൽ ചെന്നപ്പോൾ റോഡിന്റെ രണ്ട് സൈഡിലും ഈ ഗുണ്ടകൾ ഇങ്ങനെ അണിനിരന്നിരിക്കുക, ചെല്ലുന്നവരെ ഉപദ്രവിക്കാൻ. ഈ പെൺകുട്ടികളെ ബ്ലോക്ക് ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചത്? പെട്ടെന്ന് എന്നോട് ദൈവം സംസാരിച്ചു, വേഷം മാറുക, വേഷം മാറുക, വേഷം മാറുക. ഞാൻ ആരെ പറയുന്നത്? അത് ദൈവത്തിന്റെ ഇടപെടലാണ്. ഫിലിപ്പോസിനോട് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് അരുളി ചെയ്തതുപോലെ, അനന്യാസിനോട് ദൈവം ദർശനത്തിൽ ഇടപെട്ടതുപോലെ, ഞാൻ അടുത്ത ജൗളിക്കടയ്ക്കടി ഒരു കൈലി മേടിച്ചു, ഒരു തോർത്ത് മേടിച്ചു, ഒരു ബനിയൻ മേടിച്ചു. പാന്റും ഷർട്ടും എല്ലാം ഇവിടെ പാസ്റ്റർമാർ 7 വരെ എന്റെ തൊണ്ട്. അതിന് കഴിഞ്ഞ് കൈലി ഉടുത്തു, ബനിയൻ ഇട്ട്, ആ തോർത്ത് തലയെ ചുറ്റിയിട്ട് ഇവരുടെ നടുവിലൂടെ ഞാൻ 2 കിലോമീറ്റർ നടന്നുപോയി. എന്നിട്ട് ഇവരുടെ അടുക്ക ചെന്നിട്ട് ഇവരെ കണ്ടപ്പോൾ ഇവരെല്ലാം കൂടെ പിള്ളേരെല്ലാം ഭയങ്കര കാറിച്ചോ, അയ്യോ ഞങ്ങളുടെ ചേട്ടൻ പിന്മാറ്റത്തിൽ പോയി. ഞാൻ പറഞ്ഞു, പോയി അങ്ങനൊന്നും അല്ല, മിണ്ടരുത്, ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, നിങ്ങൾ റോഡ് സൈഡിൽ കൂടെ തന്നെ നടന്നു, ഞങ്ങൾ അപ്പുറം വന്ന് രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ചരിത്രം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. സ്വത്രം മാവേലി, അതുപോലെ തന്നെ മേരിക്കോവരെ, കാനവച്ചന്, വാര്യാപുരം ജോനാച്ചൻ, നല്ലപ്പള്ളി പൊടിക്കുഞ്ഞ്, മുണ്ടിയപ്പള്ളി ചാക്കോ, അന്നമ്മ മാമൻ, അവരൊക്കെ ആ കാലഘട്ടം PAV സാംസാർ, അവര് തോമസ് ഉലുപ്പെ, ന്യൂ ഇന്ത്യ ബേൾ കൊണ്ട് പ്രസിഡന്റ്, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന യുവദാസന്മാരെല്ലാം എനിക്ക് ധാരാളം സപ്പോർട്ട് നൽകുകയും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വളരെ പിന്തുണ നൽകുകയും ദൈവത്തിന്റെ സ്ഥാനവച്ചൻ എന്റെ അടുത്ത സ്നേഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിന് ചില ദിവസങ്ങളോട് എന്റെ മനസ്സിനെ പിടിച്ചു. ഞങ്ങൾ ഒത്തിരി കൺവെൻഷൻ ഉണ്ടായിരുന്നു, ഞാനും മേരിക്കോവരും കാനവച്ചനും ഒക്കെ. ആ കാലഘട്ടങ്ങളിൽ ഹൈന്ദവ വായിക്കൊണ്ടിരുന്ന ഞാൻ, പള്ളിയിൽ നിന്ന് വന്ന അച്ഛൻ, സമുദായത്തിൽ നിന്ന് കുഞ്ഞോളമാമ, ഞങ്ങൾ 3 പേരും കൂടെയുള്ള പ്രസംഗമായിരുന്നു. ചെല്ലുന്നിടത്തെല്ലാം ആത്മീയമായി വലിയ ഉണർവും സന്തോഷവും ഒക്കെ ആയിരുന്നു. അന്ന് ഈ ഉന്തി വീഴ്ത്തുന്നവനും ഊതി വീഴ്ത്തുന്നവനും ശാപം മുറിക്കുന്നവനും വിശുദ്ധവർഗ കള്ളന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ ഉയർത്തുന്ന ശുശ്രൂഷയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദൈവവചനത്തെ ഉയർത്തിപ്പിടിക്കണം, ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേപ്പിച്ചോണ്ടിരിക്കുക, ഓരോന്നും എഴുന്നേണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് എല്ലാം ആമേൻ പറയാനായിട്ട് കുറച്ച് ബന്ധക്കോസുകാർ. പ്രിയപ്പെട്ടവരെ, പോകരുത്. ദൈവത്തിന്റെ മഹത്വം, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സുന്ദരമാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം, ദൈവവചനത്തിൽ സാത്താനെ ഭയപ്പെടരുത്, പിശാചിനെ ഭയപ്പെടാൻ ഒരിടത്ത് യേശു പറഞ്ഞിട്ടില്ല. പിന്നെ ആരെ ഭയപ്പെടണം? യഹോവയെ ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവനെ അടിച്ചു പുറത്താക്കി. ആ സാധനത്തെ കുറിച്ച് പറയുന്നത് തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള, കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യോഗ സ്ഥലത്തെ നിത്യതാ, രക്ഷ, വീണ്ടും ജനനം, യേശുവിന്റെ മടങ്ങിവരവ്, കൃപാവരങ്ങളെ, സ്വർഗം, തേജസ്, 1000 ആണ്ട് വാഴ്ച, അതേപ്പറ്റിയൊക്കെ പറയുമ്പോൾ ആ കർത്താവിന്റെ ആത്മാവിന് വലിയ സന്തോഷം. തകർത്തുകളെ ശത്രു, വേറെ ജോലിയൊന്നുമില്ലേ? ദൈവത്തിന് ആ സാധനത്തിന്റെ കാര്യം പറയരുത്. സാത്താനെ സംബന്ധിച്ച് അവന് തലച്ചോറില്ല, കിഡ്നി ഇല്ല, അവന് ഞരമ്പില്ല, കുടലില്ല, അവന് കരളില്ല, കാറ്റില്ല, ഇതൊന്നുമില്ല. അതൊരു കറുത്ത ആത്മാവാണ്. സ്വത്രം. യേശു പോകുന്നതിന് മുമ്പേ പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് ഓർഡർ അധികാരം ഒപ്പിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഒന്നും ഒരിക്കലും നിനക്ക് ദോഷം വരുത്തത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് യായിനെ ഭയപ്പെടരുത്. അതിനെ താത്ത ശേഷമാണ് യേശു ക്രിസ്തു പോയിരിക്കുന്നത്. അവന്റെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും നാമത്താലും നമുക്ക് പരിപൂർണ്ണ വിജയം തന്നിരിക്കുകയാണ്. പിശാചിന്റെ പ്രവൃത്തി അഴിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നിന്റെ ദേഹത്ത് കുഞ്ഞെ റേഡിയേഷൻ ഉണ്ട്, അത് നഷ്ടപ്പെടുമ്പോഴായി പേടി വരുന്നത്. അയ്യോ ശത്രുവായവന്മല്ലേ, അയ്യോ തൊടുവോ, ആ റേഡിയേഷൻ നഷ്ടപ്പെടരുത്. അതാണ് നിന്റെ ശരീരത്തെ റേഡിയേഷൻ ഉണ്ട്. സാത്താൻ അറിയാം, ദൈവശക്തി നിന്നിൽ ഉണ്ടെങ്കിൽ നിന്റെ എതിരാളിക്ക് അറിയാം, അടുക്കത്തില്ല. അതാണ് സ്കേവാ പുരോഹിതന്റെ മക്കളോട് ദുരാത്മാവ് പറഞ്ഞു, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ പരിചയമുണ്ട്, ഹൂ ആർ യു? ഉണ്ടോ? പ്രീസുള്ള സാത്താന് ശരിക്കറിയാം നിന്റെ പ്രാർത്ഥന, നിന്റെ വിശുദ്ധി, നിന്നിലുള്ള പവർഫുൾ അല്ല, അവന് നന്നായിട്ട് അറിയാം. ദൈവത്തിന്റെ മഹത്വത്തിലാണ്. അതുകൊണ്ട് ആരും ആരാധനയിൽ അഭിനയിക്കരുത്, പ്രാർത്ഥനയിൽ അഭിനയിക്കരുത്, ശുശ്രൂഷയിൽ അഭിനയിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എല്ലാം ജെനുവിനായിരിക്കണം, റിയലായിട്ടായിരിക്കണം നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ. സത്യസന്ധതയോടും പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും കൂടെ അരുമനാഥനെ സേവിക്കുന്നെങ്കിൽ കുഞ്ഞേ, അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും.
ദീർഘായുസും ആരോഗ്യവും നന്മയും ഐശ്വര്യം ഇതെല്ലാം പുറകെ വന്നോളൂ. അതിനുവേണ്ടി പ്രത്യേക യോഗം നടത്തേണ്ട കാര്യമില്ല. കിട്ടാൻ പോവാ, വീട് കിട്ടാൻ പോവാ, അത് കിട്ടാൻ പോവാ, എലിയനും കിട്ടണം, അതല്ല നമ്മുടെ വിഷയം. അതെല്ലാം പുറകെ വന്നോളൂ. പ്രൈസ് ദി ലോർഡ്. അതിനൊന്നിനെ പുറകെ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ദൈവമക്കളെ മുട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവിടെ അങ്ങനെ 8 മാസക്കാലം ഞാൻ അവിടെ ആയിരുന്നു. അപ്പൊ ഞാൻ മരിച്ചുപോയെന്ന് എന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കരുതിയത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുഖത്ത് ഓർമ്മകളിൽ പലരും മറന്നു പോകുമ്പോഴും നമ്മളെ ഓർക്കുന്ന ഒരു നല്ല നാഥൻ ഉയരത്തിലുണ്ടായിരുന്നു. ഒരു 2ാം ജന്മമാണ് ദൈവം എനിക്ക് നൽകിയത്. ആ കാലസമയത്തൊക്കെ വന്ന ദൈവദാസന്മാരൊക്കെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്തു. അങ്ങനെ പാസ്റ്റർമാരുടെ ഒരു കോൺഫറൻസ് അവിടെ നടക്കുക. പാസ്റ്റർമാർ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ നിന്നൊരു കർത്തൃദാസി എന്ന് പ്രസംഗിക്കാൻ വന്നത്. ഞാൻ പുള്ളിക്കാരത്തിന്റെ പേര് ഓർക്കുന്നില്ല. തമിഴ് ചേർന്ന ഒരു മലയാളത്തിലാണ് കർത്തൃദാസി പ്രസംഗിച്ചത്. അവരൊരു മൂലയ്ക്ക് മാറി അവർ പ്രമാണം ചെയ്യുകയായിരുന്നു. ദൈവത്തിന്റെ ആലോചനകൾ അറിയിച്ചു. അങ്ങനെ എല്ലാ ദൈവദാസന്മാരും ഇങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ആണ്ടവനെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളെ ഈ ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിലും വിട്ട് സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ, വർഗീച്ചാനോ ജേക്കബ് ആണെങ്കിൽ പറയണം, എനിക്ക് പോയിട്ട് ഒരു ഫോറിൻ സോപ്പ് കൊണ്ട് തരണം. അവരോട് ഞാൻ ഇങ്ങനെ ഒട്ടകം തലവെക്കുന്നവർ നോക്കി, അവരാണെങ്കിൽ നോക്കിയ അതുവരെ മിണ്ടാതിരുന്ന ആ ഫ്രണ്ടിയിരുന്ന കർത്താവിന്റെ ദാസന്മാരെല്ലാം എന്നാ ബഹളമായി. കർത്താവേ സ്തോത്രം, രക്തത്തോൽ ജയമടിയൻ മണ്ണാണ്, പൊടിയാണ്, ആലുവ കട്ടയാണ്, ഹോളോ ബിഷാണ്, അങ്ങ് താഴുകയാണ്. ഭയങ്കര. ഇത് കേട്ട നിമിഷം മുതലേ ഇത് ആരുടെ മേലെ വരുന്നറിയാൻ ഞാൻ തലേ പൊക്കി നോക്കിക്കുക സോപ്പിന് വേണ്ടി. പ്രൈസലോ. ഒരു വല്ലാത്ത അന്തരീക്ഷം. കർത്തൃദാസി ഇങ്ങനെ കണ്ടുപിരി എന്ന് പറഞ്ഞു വെച്ച് അന്ന് പുറംപണി എല്ലാം കഴിഞ്ഞ് പായെല്ലാം ഇട്ട് ഹോളെല്ലാം വൃത്തിയാക്കി കക്കൂസും ഒക്കെ കഴുകി ദൈവദാസന്മാർക്കും മിഷണറിമാർക്കും ബ്രെഡും ഒക്കെ മേടിച്ചു കൊടുത്തൊരു മുഷിഞ്ഞ വസ്ത്രത്തോടു കൂടി ആ വാതിക്കൽ വായി കുളിക്കാൻ ഞാൻ ഇരിക്കുന്നത്. ഞാൻ പാസ്റ്ററൊന്നും അല്ലല്ലോ. അവിടെ നിന്ന് പ്രശ്നത്തിൽ ആ ഇരിക്കുന്ന സഹോദരനോട് BTH ഇല്ല, CTH ഇല്ല, ഡോക്ടറേറ്റ് ഇല്ല, റവറന്റ് ഇല്ല, മഞ്ഞപ്പുല്ലില്ല, മൈദ ഇല്ല, ഒന്നുമില്ല. ഇംഗ്ലീഷ് അറിയത്തില്ല. അവൻ അറിയാവുന്ന ഏക ഇംഗ്ലീഷ് ഹൗ ആർ യു, പ്ലീസ് ഹെൽപ്പ് മീ, താങ്ക് യു വെരി മച്ച്, ഐ ആം വെരി ഹംഗ്രി. ഇതുകൊണ്ട് വല്ല എയർപോർട്ടിൽ ചെന്ന് ട്രെയിനിൽ കയറുമ്പോൾ തന്നെ സുന്ദരിയായ യുവതി വന്ന് നോൺ വെജ് ജീവിതത്തിൽ എന്നാ പറയാനായിട്ടാ. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനികളെ ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ലോകത്തിൽ ബലഹീനവും പോഷകവുമായി ഏതുമില്ലാത്തതിനെ തമ്പുരാൻ തെരഞ്ഞെടുത്തു. എന്നെ നമ്മുടെ കഴിവുകളെ ദൈവത്തിന് ആവശ്യമില്ല. ഈ അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചയിക്കുന്നത്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ വിട്ടുപിരിയാത്ത ഒരു സത്യമാണ് യേശുവിന്റെ സ്നേഹം. നമ്മുടെ ഹൃദയവും മനസ്സും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ കാർ ഏൽപ്പിച്ചു കൊടുത്തു, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു, വസ്തു ഏൽപ്പിച്ചു കൊടുത്തു, വീട് ഏൽപ്പിച്ചു കൊടുത്തു, കറവ പശുവിനെ ഏൽപ്പിച്ചു കൊടുത്തു, വാൽ മുറിച്ച പൂടപ്പൊട്ടിയെ ചീമപ്പൂച്ചയെ കർത്തൃകരങ്ങൾ ഏൽപ്പിച്ചു. പക്ഷെ നിന്റെ മനസ്സും ഹൃദയം ഇതുവരെ ദൈവത്തിന് കൊടുത്തിട്ടില്ല. ഹൃദയവും മനസ്സും പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഈ 42 വയസ്സുള്ള ലീലാമ്മയായ ഞാൻ എന്റെ ഹൃദയവും മനസ്സും എന്റെ പൂർണ്ണ സമ്മതത്തോടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശന്മേൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിന് ഇഷ്ടം പോലെ എന്ത് ചെയ്യാനായിട്ട് പ്രൈസ് ദി ലോർഡ് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുമെന്നും പറഞ്ഞ അടിയിൽ സ്തോത്രം പറഞ്ഞ് ഒപ്പിടും. പിന്നെ ദൈവാത്മാവ് നടത്തുന്ന ഒരു ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആലോചനയാൽ ദൈവം നിന്നെ നടത്തുവാനായിട്ട് തുടങ്ങും. 8 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം മറ്റൊരു ദൈവദാസനും കൂടെ പറഞ്ഞു, 5 വർഷത്തെ കരടിന് വേണ്ടിയ ശോധനകൾ നിനക്കുണ്ട്, അത് നീ സ്വയം അനുഭവിക്കണമെന്ന് പറഞ്ഞു. നീ ശരിക്കും അനുഭവിക്കണം. 5 വർഷത്തെ കഷ്ടതയുണ്ട്. ആരോടും പറയരുത്. 1 വർഷം കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ വന്നൊരു വാടക വീട് 100 രൂപയ്ക്ക് കിട്ടി അവിടെ താമസിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, രാവിലെ ഞാൻ ഒരു ട്രാക്റ്റുമായിട്ട് ഇറങ്ങും. വാഹനങ്ങളിൽ പാട്ട് പാടാൻ പോകും. വാഹനങ്ങളിൽ പാട്ട് പാടി ട്രാക്റ്റ് കൊടുത്ത് യേശുവിന്റെ സുവിശേഷം അറിയിക്കും. അന്നത്തെ സ്റ്റേജുകളൊക്കെ അങ്ങനെ ആയിരുന്നു. പലപ്പോഴും വരുമ്പോൾ വീട്ടിൽ ആഹാരമൊന്നും കാണത്തില്ല. ഒരു ദിവസം രാത്രി പട്ടിണി. രാത്രി 12 മണി സമയം. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഗുണ്ടയായിരുന്നു ഓമണ്ണിൽ അപ്പുവിന്റെ ഭാര്യയായിരിക്കുന്ന സരോജിനി ചേച്ചി. രാത്രി 12 മണിക്ക് 5 പച്ചമത്തി 20 പച്ചരിയും കൊണ്ട് തന്ന ഞങ്ങളുടെ പട്ടിണി മാറ്റിയത്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത സങ്കടങ്ങൾ 6 കൊല്ലം കൊണ്ട് അനുഭവിച്ചു. പലപ്പോഴും വിശന്ന് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരം ആരെങ്കിലും മേടിച്ചു തരും. അന്നേരം സുവിശേഷം അറിയിക്കുക. സാത്താൻ അന്നേരമൊക്കെ പറയുന്നുണ്ട്, നീതിമാനെ പട്ടിണി കിടത്തത്തില്ലെന്ന് പറഞ്ഞില്ല, പ്രൈസ് നന്ദിയും കാരണം നിന്റെ പിന്നാലെ വരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ യേശു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എല്ലാം ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ പറഞ്ഞു, നീ മരിക്കാൻ പോയപ്പോൾ റെയിൽവേ പാളത്തെ പോയപ്പോൾ മരിക്കാൻ പോയപ്പോൾ ഇവനുണ്ടായിരുന്നു ചോദിച്ചില്ല, നിനക്ക് ജീവൻ തന്നവനാണ് വലുതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആഹാരത്തെക്കാട്ടിലും വസ്ത്രത്തെക്കാട്ടിലും ജീവനാണ് ഏറ്റവും വലിയത്. 6 വർഷത്തെ കഷ്ടത കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതുകൾ ഫലിക്കാനായിട്ട് തുടങ്ങി. ദൈവമക്കളെ, ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഒരു വെളിപ്പാടായിട്ടോ ദർശനമായിട്ടോ ആരിൽ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പോസ്റ്റാകത്തില്ല. അവധി ദർശനത്തിന് വെച്ചിരിക്കുന്ന അവധിയിൽ അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരിക തന്നെ ചെയ്യും. പക്ഷെ ആ കഷ്ടകാലത്ത് നിങ്ങൾ പിടിച്ചു നിൽക്കണം. അതാണ് ഏറ്റവും വലിയ. പുറപ്പെടുക്കരുത്, അഹങ്കരിക്കരുത്, ഞാനെന്ന ഭാവം വരരുത്. എന്റെ അഹങ്കാരം മാറാൻ 2 കൊല്ലം എടുത്തു.
1.5 കൊല്ലം എടുത്ത ദ്രവ്യാഗ്രഹം മാറാൻ. പ്രൈസലോ. കാരണം ദാരിദ്ര്യത്തിൽ കൂടെ നടന്ന ദൈവമേ ഒരു 2 രൂപ കിട്ടിയ ഉള്ളായിരുന്നു. അതെല്ലാം പ്രാർത്ഥിച്ച് മാറ്റി ഈ 5 കൊല്ലം കൊണ്ട് ഒരുമാതിരി പരുവത്തിലായി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആലോചന കൊണ്ട് ഫലിക്കാനായിട്ട് തുടങ്ങി. പ്രൈസലോ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ആദ്യം മുഴുവൻ കൊണ്ട് സഞ്ചരിച്ച് പോയിടത്തെല്ലാം ആത്മാക്കളെ സ്നാനപ്പെടുത്താനായിട്ട് തുടങ്ങി. അക്കാലത്തെ ഭീമിയാശാരിയെ കണ്ടു. അദ്ദേഹം ഇവിടെ വന്നു പറഞ്ഞു, താനും എൻ്റെ കൂടെ പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് നിൽക്കണം. പിന്നെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ലീവനാൻ കൺവെൻഷൻ, തിരുവല്ല കൺവെൻഷൻ, മാവേലിക്കര, പല സ്ഥലങ്ങളിൽ കൺവെൻഷൻ നടത്തി. അതെല്ലാം വലിയ വിജയങ്ങളായിരുന്നു. ദൈവത്തിന്റെ മഹത്വം ക്രിസ്തുവിനെ ഉയർത്തി. അവിടെ ബഥേൽപടിക്ക് ഞാൻ താമസിച്ച് 3 മാസം കൊണ്ട് 16 പേരെ ഈ മനക്കച്ചറ അവിടെ സ്നാനപ്പെടുത്തി. അവരൊരാൾ IPCയിലെ പാസ്റ്ററും ചർച്ചോക്കൂടിലെ പാസ്റ്ററുമാണ്. അന്നേ കാലഘട്ടങ്ങളിൽ കുടലുരുകി ഉപസിച്ച് പ്രാർത്ഥിച്ച് ആത്മാക്കളെ നടാനുള്ള ആവേശം വരികയാണ്. ദൈവത്തിന്റെ മഹത്വം. ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ചെല്ലുന്നിടത്തെല്ലാം നിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ്. 5 രാജ്യങ്ങളുടെ ലോക സമ്മേളനം ജർമ്മനിയിൽ ഫ്രാങ്ക്ഫർട്ടിൽപ്പെട്ട് നടക്കുന്നു. ആ യോഗത്തിലേക്ക് എനിക്കൊരു ക്ഷണനം കിട്ടി. അവരോർത്ത് എനിക്കാണ്ടൊക്കെ മുട്ടൻ ഇംഗ്ലീഷ് അറിയാം, ഏതാണ്ട് ഡോക്ടറേറ്റിന്റെ ഡെവലപ്പൊക്കെ ഉണ്ടെന്നാ. എൻ്റെ ഒന്നും ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടോ, ഒരു ദിവസം കൊണ്ടാ ഇംഗ്ലീഷിൽ ജർമ്മനിയിൽ നിന്നൊരു കത്ത് വന്നിരിക്കുന്നു. അത് സൗത്ത് ആഫ്രിക്ക, അമേരിക്ക, ജർമ്മനി, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ഒരു രാജ്യങ്ങളുണ്ട്. 5 രാജ്യങ്ങളും ഒരു രാജ്യത്തും ഒരു പ്രാസംഗികനെ വിളിക്കത്തുള്ളൂ. ഇന്ത്യ എന്ന് എടുത്തിട്ട് എൻ്റെ പേരെ വെച്ചിരിക്കുന്നത് പാസ്റ്റർ ഗോപിനാഥാചാരി ഇന്ത്യ, അതിന്റെ ലെറ്റർ ഇട്ടിരിക്കുക. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് തലതിരിച്ച ജർമ്മൻ ഭാഷ. ഞാൻ പായ്പെട്ട ഒരു ഉപദേശിയെ കാണിച്ചവൻ പറഞ്ഞു, വലിച്ചു കയറി ദൂരെ കളിയുടെ അക്ഷരഭാഷ എന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, അയാൾ പറഞ്ഞു കേൾക്കരുത്, അറിയാവുന്ന ആരെയും കൊണ്ട് വായിക്ക് ഉപദേശിയും പറഞ്ഞു. ആ വാഴപ്പള്ളിൽ ഒരു സമുദായത്തിലുള്ള സൂസമ്മാമയുണ്ട്, പുള്ളിയുടെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ കണ്ണൻകേരിലെ സൂസമ്മാമയെ കൊണ്ട് കാണിച്ചവൻ പറഞ്ഞു, വണ്ടർഫുൾ, നിങ്ങളുടെ ആളാ ഉപദേശി അവിടെ ഉള്ള. ഞാൻ പറഞ്ഞു എന്റെ അറിവില്ല. നിങ്ങൾ 5-ാം ദിവസം അവിടെ ചെല്ലണമെന്നാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത്. വിസയൊക്കെ അടിച്ചു. ഞാൻ പറഞ്ഞു അതെവിടാ കിട്ടുന്നത്? ഇയാളാണ് അവന്റെ കൈ പറയുന്നത്, മദ്രാസിലാ വിസ. എങ്ങനെ അമ്മാമ്മേ, അത് ഇവിടെ എങ്ങനെയാ പോകുന്നത്? അത് വല്ല വണ്ടിക്കോ വല്ല ട്രെയിനിൽ കയറാൻ പോകുന്നു. അങ്ങനെ അറിയാം, ഇംഗ്ലീഷിൽ അവർ ചോദിക്കുന്നു പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഇപ്പൊ പോക്ക് നടക്കുകയാണ്. നമുക്ക് അവർ ഇംഗ്ലീഷ് ചോദിച്ച മറുപടി പറയണ്ടേ? അങ്ങനെയൊന്നും അല്ല. ഏതായാലും അയച്ചതല്ലേ ഉപദേശിച്ച് നിങ്ങൾ പോകാൻ പറഞ്ഞു. അറിയാവുന്ന 2 ഇംഗ്ലീഷ് മനപ്പാടം പഠിച്ചു. മിഷണറി ഓഫ് ഇന്ത്യ ഗോപിനാഥാചാരി, മിഷണറി ഓഫ് ഇന്ത്യ ഗോപിനാഥാചാരി. ഇതൊന്നും ബുദ്ധിജീവികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇനി അടുത്തത് വരുന്നുണ്ട്, നിങ്ങൾ ഞെട്ടിപ്പോവും. പ്രൈസറോ. എന്റെ ദൈവമക്കളെ, അവിടെ ഞാൻ വണ്ടി കയറി അവിടെ ചെന്നു. അങ്ങനെ ഒരു തൂവള്ള ഒരു മാതാമ, ഇറുക്കിൽ പോലൊരു മാതാമ, നമ്പർ 7. ഞാനങ്ങോട്ട് ഓടി അങ്ങോട്ട് ചെന്നു. ഒരു കൗണ്ടറിന്റെ അകത്തൊരു തള ഉള്ളതായിട്ട് പ്രൈസ് തളാണെന്ന് പറഞ്ഞു. I am Mystery of India, Pastor Gopinathacharya. അവിടെ ചോദിച്ചു, പ്ലീസ് വെയിറ്റ് 5 minutes. അവളും പേടിച്ചു, ഞാനും പേടിച്ചു. ഞാൻ വലിയ പുള്ളിയാണ് അവിടെ ധരിക്കുന്നത്. അല്ല അവിടെ ചെന്ന് പ്ലീസ് വൺ വിസ മിസ്റ്റർ മറാമെന്ന് പറഞ്ഞു ഇറങ്ങി പോളെന്ന് പറഞ്ഞത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തും, ബലപ്പെടുത്തും. ചില പ്രതിസന്ധികളെ നമ്മളിലൂടെ ദൈവം നിലപ്പെടുത്തും. നാഗീശ്വരാജാന്റെ മുമ്പിൽ ബട്ടനായിട്ട് ദാവീദിനെ ദൈവം എന്തിനാ അങ്ങനെ നിർത്തിയത്? അല്ലെങ്കിൽ പ്രൈസറെ കട്ട് ചെയ്ത് വിട്ടേ ഉണ്ടോ? ദൈവം ചില സമയത്ത് നല്ല ബുദ്ധി നമുക്ക് ദൈവം പാമ്പിനെ പോലെ ബുദ്ധിയും അതുപോലെ തന്നെ പ്രാവിനെ പോലെ നിഷ്കളങ്കതയായിരിക്കണം. പ്രൈസർ പ്ലീസ് ഒന്നും പറഞ്ഞ് മനസ്സിലായി. കൈ കാണിച്ചാൽ മനസ്സിലായി അവിടെ പോയി ഇരിക്കാൻ. അവരൊരു അടുത്ത കൗണ്ടറിൽ ചോദ്യമില്ല. You come here. ഓക്കെ കിട്ടി. അന്നേരം എടുത്തുവിട്ട വിടിയിൽ കൊടുത്തു. കിട്ടിയ വണ്ടിക്ക് കയറി പ്രൈസുള്ള അവിടെ ചെന്നപ്പോൾ ഗോപിനാഥാചാരി വെൽക്കമെന്നും പറഞ്ഞ് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ 2 സായിപ്പന്മാർ, മലയാളികളെ ഇരിക്കുന്ന സായിപ്പന്മാരെ മുഴുവൻ ഇങ്ങനെ വലിച്ചു വിട്ടിരിക്കുക. അതിന് അവന്മാരുടെ നിറവും കളറും ഒക്കെ കാണുന്നു. അതിൻ്റെ എല്ലാം മന്മല കൊണ്ട് മഷി വീണതുപോലെ ഈ ഞാനവിടെ ചെന്നിരിക്കുന്നു. സൗന്ദര്യത്തിനൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്, തൊലിപുളപ്പിനൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്, പ്രൈസൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്. മനുഷ്യ കരങ്ങൾ കൊണ്ടുണ്ടാക്കാത്ത ഭക്ഷണമാണ് യോഹന്നാൻ കഴിച്ചത്. കാട്ടുതേനും വെട്ടുകളെയും ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യന്റെ കൈ കൊണ്ടുണ്ടാക്കാത്ത വസ്ത്രമായിരുന്നു ഒട്ടകരോഗം തോൽവാറും. കണ്ടോ, ഇത് കണ്ടിട്ടുണ്ടാകും മനുഷ്യൻ എന്താ പ്രസംഗിച്ചത്? അതാണ് യഥാർത്ഥമായ ദൈവശബ്ദം. അവിടെ ചെന്നു. അവരെനിക്ക് മെസ്സേജ് അന്ന് ഫാക്സ് സന്ദേശമാണ്. ഞാൻ അവരെ പ്രിയപ്പെട്ടവരെ തൊട്ടു. അവര് ചോദിച്ചു ഞാൻ പറഞ്ഞു ഗോപിനാഥൻ എന്ന് പറഞ്ഞു. എന്നെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഏറെ മുഴുവൻ സ്നേഹപ്രകടനം. നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. നിന്റെ പ്രസ്ഥാനത്തിലും മറ്റുള്ള പ്രസ്ഥാനങ്ങളിലും ഏതെങ്കിലും ദൈവദാസന്മാർ നിന്നെ കണ്ടപ്പോൾ മുഖം വീർപ്പിച്ചു പോകുമോ, കൈ തരാതെ പോകുമോ ഒക്കെ പോയ വേദന ഉണ്ടാക്കിയിട്ടില്ലേ? നിന്നെ മാനിക്കാൻ ചിലരെ കണ്ടിട്ടുണ്ട്, നിന്നെ കാണിക്കാൻ മോർദെഖായി ചിലരെ കണ്ടിട്ടുണ്ട്, യോസേഫേ നിന്നെ സ്നേഹിക്കാൻ ചില വ്യക്തികളെ ദൈവം കണ്ടിട്ടുണ്ട്. കണ്ണു നിറഞ്ഞുപോയി. ഇവരൊക്കെ ആരാ, എങ്ങനെ സംഭവിച്ചു? ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യമുണ്ട്, ആ ബോർഡറിലായിരുന്നു. അവിടെ ചെന്നപ്പം 30-ലധികം വെള്ളക്കാർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വേദപണ്ഡിതന്മാരായ സായിപ്പന്മാരുടെ മധ്യത്തിലേക്ക് എന്നത്. കൂട്ടത്തോടെ അവർ എഴുന്നേറ്റു. ഞാൻ ഓർത്തത് ഞാൻ ഇത്ര വലിയ മനുഷ്യനാണ്, ഞാൻ എന്നാ ഇത്ര വലിയ മനുഷ്യൻ എന്നായിരിക്കുന്നു. പരിസരം ഞാനൊന്നുമില്ല, വെറും വട്ടപൂജ്യം. എന്നോട് കൂടെയുള്ളവൻ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോയവൻ, ഇതുവരെ നീ ഒന്നുമില്ല, നീ
growing, ഞാനോ കുറയണം, അവനോ വളരണം. Praise the Lord. ഒരു സായിപ്പ് പറയാ, അവൻ പറയാ, today night you preach here. ഇന്ന് രാത്രി മിസ്റ്റർ ഗോപി ഇവിടെ പ്രസംഗിക്കണം. ഗോപി എന്നെ അടുത്തിട്ട് പ്രസംഗിക്കാനാ. ഗോപി ഇപ്പൊ ആകപ്പാടെ തകർന്ന് തരിപ്പണമായി നിൽക്കുക. എന്നതാ ചെയ്യുന്നത്? ആള് മാറിപ്പോയതാണ്. ആളൊന്നും മാറിയതല്ല, ആള് ഞാൻ തന്നെ. ദൈവം അയച്ചതാണെങ്കിൽ ബാക്കി കാര്യം ദൈവം ചെയ്തോളും. സാഹചര്യം, സന്ദർഭം, പോക്കറ്റ്, അന്തരീക്ഷം, പ്രതികൂലം, കാറ്റ്, മഴ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതെല്ലാം ഇന്നുവരെയും തക്ക സമയത്താണ് ദൈവം നിന്നെ നടത്തിയത്. ആ ദൈവം ഇന്നുവരെ നിനക്ക് വേണ്ടിയുള്ളത് തക്ക സമയത്ത് ദൈവം ചെയ്യും. അവിടെ ദുബായ് കുടുങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. എന്നോട് പറഞ്ഞു, നീ തിങ്കളാഴ്ച രാത്രി പോകാൻ റെഡിയാകാൻ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി റെഡിയായി. ചീപ്പ് റേറ്റിൽ ലക്ഷറി ഫ്ലൈറ്റ്, എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിന്റെ അകത്ത് കയറി അതാ ഫുഡൊക്കെ കാണണം കൊണ്ട് വെച്ചിരിക്കുന്ന പ്രൈസലോ തുച്ഛമായ പൈസക്ക് എന്നെ അവിടെ കൊണ്ടാക്കി. മെസ്സേജ് ഇട്ടിരിക്കുക, ഗോപിനാഥൻ പാസ്റ്റർ പോയി കഴിഞ്ഞ് എയർപോർട്ട് അടച്ചു. പ്രൈസലോ ഇപ്പൊ ഫ്ലൈറ്റ് ഒന്നും 3-4 ദിവസം തരില്ല. കണ്ടോ പ്രൈസലോ? കരയിലും കായലിലും വഴിയിലും എവിടെയും നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. ദൈവത്തിന് മഹത്വം. അങ്ങയുടെ ആ ആലോചന നമ്മളോട് കൂടെ ഇരിക്കട്ടെ. അതാണ് ദൈവത്തിന്റെ പ്രഭാഷകൻ. 1 മാസക്കാലം അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് അവിടുത്തെ ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്. എന്താ പ്രസംഗിച്ചത്? ഈ മദാം പറഞ്ഞു, നിന്റെ ഇംഗ്ലീഷിന്റെ അകത്തൊക്കെ ഗ്രാമർ ചേഞ്ച് ഉണ്ടല്ലോ. ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് വെരി വെരി ഹാർഡ്. അവരെന്നാ പറഞ്ഞാൽ വിശ്വസിച്ചു. ഓക്കെ, പക്ഷെ അവിടെ വിടുതൽ നടന്നു കേട്ടോ. ചില ആൾക്കാർക്ക് വിടുതൽ നടന്നപ്പോഴത്തേന് ലെബനോനിലിരുന്നൊരു യഹൂദൻ എന്റെ ഈ പൊട്ട പ്രസംഗം കേട്ടു. 2002 അവൻ നസ്രയത്തിലെ യേശുവിന്റെ വീടിനോട് ചേർന്നുള്ള ചർച്ചിൽ നിന്നും, പെന്തക്കോസ് ചർച്ചിൽ നിന്നും എന്റെ പേര് വെച്ച് അവൻ ലെറ്റർ അയച്ചു. ഗോപിനാഥനാചാരി നസ്രയത്തിൽ എന്റെ സഭയിൽ വന്ന് നീ പ്രസംഗിക്കണമെന്നും പറഞ്ഞ ലെറ്റർ വന്നിരിക്കുന്നു. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും. ഞാൻ അവനെ കണ്ടിട്ടില്ല. യഹൂദൻ ഇവിടെ കാശ് മുടക്കി ഓരോരുത്തരും അവിടെ കാണാൻ പോകുന്നുണ്ട്. കാശ് തന്നു കൊണ്ടുപോകാനായിട്ട് ദൈവത്തിനെ ഒരുക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് വേണ്ടി, നീ ദൈവത്തിന് വേണ്ടി സംസാരിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. 5 വർഷത്തെ ആ കഷ്ടതയാണ് കർത്താവ് എനിക്ക് വേണ്ടി പ്രൈസോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഞാൻ ഒന്നിനെ കുറിച്ചും പിറുപിറുത്തില്ല, ഒന്നിനെ കുറിച്ച് നിരാശപ്പെടില്ല. അന്നേരം നമുക്ക് സന്തോഷം, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അന്ന് ഞാൻ അവിടെ കൊണ്ട് തീരേണ്ടതായിരുന്നല്ലോ. അതെന്റെ ഉള്ള സന്തോഷം. ഞാൻ അടക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന് മഹത്വം. അങ്ങനെ 2002 ഞാൻ നസ്രത്തിൽ ചെല്ലുന്നു. യോപ്പ എയർപോർട്ടിൽ ഞാൻ ഇറങ്ങുന്നു. യോപ്പ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ 2 സായിപ്പുമാര് എന്റെ ഫോട്ടോ വെച്ച് അവരെ കണ്ടുപിടിച്ചു. നസ്രത്തിലെ പള്ളി കൊണ്ടുപോയി. സായിപ്പുമാരും യഹൂദന്മാരിൽ നിന്നും അറബിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരാ മുഴുവൻ. പ്രിയപ്പെട്ടവരെ, അവിടെ മലയാളികൾ ആരുമില്ല, അവിടെ തൊലി കറുത്തവരാരുമില്ല. മുഴുവൻ സുന്ദരന്മാരും സുന്ദരികളും അതിന്റെ മധ്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഇറുക്കിൽ ഒരു മാതാമേ ചോദിച്ചു, ദിസ് ഈസ് പാസ്റ്റർ, ഞാൻ പാസ്റ്ററാണോ? അവർക്ക് എന്നെ കണ്ടിട്ട് സൂചിച്ചില്ല. അവൾ ഓർത്ത പ്രൈസുള്ള വലിയ കുടവയറും വണ്ണവും പൊക്കവും തടിയും നിറവും ഒക്കെ ഉള്ള ഒരു വലിയ വ്യക്തി അവൾ പ്രതീക്ഷിച്ചത്. സ്വതന്ത്രം ഇറുക്കിൽ പോലിരിക്കുന്ന ഒരാളെ അവൾ കണ്ട് അവൾ ഇഷ്ടപ്പെടുവോ? പാസ്റ്റർ നിസാർ പറഞ്ഞു, അദ്ദേഹമാണ് അവിടുത്തെ പാസ്റ്റർ. പക്ഷേ അവന്റെ ലുക്കിലല്ല, വർക്കില്ല. യു കം ഹിയർ ടുമോറോ ഈവനിങ്, ഇങ്ങനെ അവന്റെ ഭാഷയെ പറഞ്ഞു. അന്ന് വൈകിട്ട് വന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുകയാണ് ദൈവമക്കളെ. പ്രൈസ് അങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ ഒരു ഇപ്പറായിരുന്ന സായിപ്പ് പറഞ്ഞു, പാസ്റ്റർ ജൂതി പറഞ്ഞു, ഒരു അടി അടിച്ച് ഗോപി കർത്താവേ സ്തോത്രം സ്തോത്രം, അടിയനെ അങ്ങോട്ട് രാജ്യത്ത് കടന്നു വരുവാൻ സഹായിച്ചല്ലോ, ദൈവത്തെ സ്തുതിക്കാൻ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടിയത് മുഴുവൻ അന്യഭാഷയൊക്കെ എതിരെ പോയെന്ന് അറിയത്തില്ല. ഇവിടുന്ന് പോയ അന്യഭാഷയൊക്കെ അന്നേരം ഡിലീറ്റ് ചെയ്ത് പോയി. അവന്റെ ഭാഷ അന്യഭാഷയായിട്ട് നാവിന്മേൽ കയറിയിട്ട് നിരിഞ്ഞു വന്നു. അത് മുഴുവൻ മെസ്സേജുകളും വെളിപ്പാടുകളും ദൂതുകളുമായിട്ട് മാറി. എന്റെ കൊട്ടേഷൻ അടിച്ച മാതാവ് ഇരുന്ന് കരയാനായിട്ട് തുടങ്ങി. ഐ ആം വെരി സോറി പാസ്റ്റർ, ഐ ആം വെരി സോറി ബ്രദർ, പ്ലീസ് പ്രേ മീ. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കണ്ടേ ചാരം കയറി കുത്താനും വെട്ടാനും പോകരുത്. അവർ ഹൃദയം കൊണ്ടൊന്നും മാത്രം ദൈവത്തെ സ്നേഹിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഉപദ്രവിച്ചാൽ ദൈവം ആ വ്യക്തിക്ക് ശത്രുവായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവുള്ളവർ ഒരിക്കലും ദൈവാത്മാവുള്ളവർ ഉപദ്രവിക്കത്തില്ല. അവർക്കറിയാം അത് രണ്ടും ഒന്നിച്ചായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 ഉപദേശിമാരെ നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ശൗലും മറ്റവൻ ദാവീദുമായിരിക്കും. 2 പേർക്കും ഒരേ ആത്മാവാണെങ്കിൽ ഭയങ്കര ഐക്യതയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ ദൈവമക്കളെ ഇന്ന് രാത്രി അതെല്ലാം മാറ്റിക്കളഞ്ഞോണം. 1 മാസക്കാലം അവിടെ ഉണ്ടായിരുന്നു. 16ാമത്തെ ദിവസം ഉണർവിലേക്ക് വന്നു. പല യഹൂദന്മാരുടെ വീടുകളിലേക്ക് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. തിബിരിയാസിലെ പാസ്റ്ററുടെ കൂട്ടുകാരനാണ്. ഫോൺ വിളിച്ചു പറഞ്ഞു, ജർമ്മനിയിലെ എന്റെ കൂട്ടുകാരനാണ്. അവൻ പറഞ്ഞു എന്റെ വീടുകളിലേക്ക് വിളിക്കാൻ പറഞ്ഞു. വിറ്റ് ഓരോ ദിവസം മദാമ്മമാർ കൊണ്ടുപോയി തിബിരിയാസ്, കൈസരിയ, കവർന്നഹൂമ്, നയീന്, യെരൂശലേം ദേവാലയം എന്ന് വേണ്ട പോകാന്നുള്ളതല്ല ഒറ്റ മാസം കൊണ്ട് വിട്ടു. 16ാമത്തെ ദിവസത്തിന് ആത്മീയ ഉണർവ് വന്നു. അങ്ങനെയാണ് 4 ഇസ്രായേലികളെ യോർദാൻ നദി സ്നാനപ്പെടുത്താൻ കർത്താവ് കൃപ നൽകി. ആ യോർദാൻ നദിയുടെ തീരത്ത് വലിയൊരു കുട നാട്ടി മനോഹരമായി ഫുഡ്. 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ രാജകീയമായ നിലയിൽ അവരെന്നെ യാത്രയാക്കി. നിങ്ങൾ പറയാം, ഞാൻ എവിടെയായിരുന്നു? ഞാൻ എവിടെ നിന്നാണ് തുടക്കം കുറിച്ചത്? എന്റെ ലൈഫ് എങ്ങനെയായിരുന്നു? മംഗലാപുരം പട്ടണത്തിൽ ഒറ്റപ്പെട്ടവനായി
ഉടയവനായി പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് ദൈവത്തിന് സ്തോത്രം ലോക രാഷ്ട്രീയത്തിന് വേണ്ടി ആരത്തും വേണ്ടാതെ കിടന്ന ഡിഗ്രി ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ഗതിയും പരഗതിയില്ലാത്ത വട്ടിയോടെ ഡ്രസ് കൊണ്ട് ജീവിച്ച ഒരു പാവപ്പെട്ട മനുഷ്യനെ ശമുവേൽ ബർഗ് എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിയെ ലോക പ്രശസ്തനാക്കി മാറ്റിയ ഉടയവനായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ഈ താഴ്ച, ഇന്ന് ഈ ശൂന്യാവസ്ഥത്തിന്റെ ഇന്നത്തെ രാത്രിയിലെ സ്വകാര്യ ദുഃഖം അതൊരു വലിയ സന്തോഷമായി വരകരണേ ചെയ്യും. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മണ്ണിനാൽ രൂപം കൊണ്ടൊരു മാനവലോകം രക്ഷിപ്പാൻ, മണ്ണിനാൽ രൂപം കൊണ്ടൊരു മാനവലോകം രക്ഷിപ്പാൻ മന്നവനായി വന്നു ഭൂമിയിൽ മർത്യപാപബന്ധനം മാറ്റാൻ. മന്നവനായി വന്നു ഭൂമിയിൽ മർത്യപാപബന്ധനം മാറ്റാൻ. ദൈവം സ്നേഹമാകുന്നു, നമുക്ക് കർത്തൃസന്നിധിയിൽ നീ തിരുവഴുത്തുമായിട്ടുള്ള ബന്ധത്തിൽ അല്പസമയം ഞങ്ങൾ വേർതിരിക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രിയിൽ സംസാരിക്കുന്ന വിഷയം പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നുമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 10-ാം അധ്യായം 44-ാമത്തെ വാക്യം. ആരെങ്കിലും കർത്തൃദാസന്മാർ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തി 10:44. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അടുത്തത് അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ മതി. അത്ര നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ യോഗം നടക്കുന്നത് ഒരു വീട്ടിലാണ്. ഈ യോഗത്തിന്റെ സംഘാടകൻ എന്ന് പറയുന്ന ഒരു സഭയല്ല, ഒരു കമ്മിറ്റി അല്ല, ഒരു കൗൺസിലല്ല, സെക്രട്ടറി അല്ല. മാനുഷികമായ ഒരു ഇടപെടലും ഈ യോഗത്തിന്റെ പിന്നിലില്ല. ഇത് കൈസരിയിലെ റോമൻ ഇറ്റാലിയൻ ആർമിയിലെ ശതാധിപനായിരിക്കുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിൽ സ്വർഗം നേരിട്ടിടപെട്ട് ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ആ ശുശ്രൂഷയ്ക്ക് ദൈവം തന്റെ ദൂതനെ ഉപയോഗിച്ചു. അവിടെ അദ്ദേഹം രാവിലെ 9 മണി സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൈവത്തിന്റെ ദൂതൻ തന്റെ ഒരിക്കൽ വന്നിരിക്കുന്നതായിട്ട് കണ്ടു. അവൻ രക്ഷിക്കപ്പെട്ടവനല്ല, മാനസാന്തരപ്പെട്ടവനല്ല, സ്ഥാനപ്പെട്ടവനല്ല, കർത്തൃമേശ എടുത്തിട്ടുമില്ല. ആര്? കൊർന്നല്യോസ്. ആരാണ് ഈ കൊർന്നല്യോസ്?
കൊർന്നല്യോസിന്റെ വായിക്കിലോട്ട് പരിശോധിച്ചാൽ നോഹയുടെ പെട്ടകത്തിൽ നിന്നും പുറത്തു വന്നതായ അദ്ദേഹത്തിന്റെ മക്കൾ 3 പേരുണ്ടായിരുന്നു, ഹാം, ശേം, യാഫത്ത്. ഇതിന്റെ അകത്ത് യാഫത്തിന്റെ കൊച്ചുമോനാണ് ആര്? ഈ കൊർന്നല്യോസ്. ഇന്ന് അദ്ദേഹം യൂറോപ്യൻ ആർമിയിൽ ഒരു ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുന്നു. അത് ശേമിന്റെ കൊച്ചുമോനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം ഏഷ്യക്കാരനായിട്ട് മാറി. ഹാമിന്റെ കൊച്ചുമോനാണ് ഷണ്ടൻ. അദ്ദേഹമാണ് എത്യോപ്യക്കാരൻ. അദ്ദേഹം കരിവൽ അടിച്ചു വരാൻ അവരുടെ ദേഹം ഇരിക്കുന്നത്. എത്യോപ്യക്കാരനായ ഷണ്ടൻ അദ്ദേഹം അവിടുത്തെ ഒരു മന്ത്രി, എത്യോപ്യയുടെ ഭണ്ഡാര വിചാരകനായിരിക്കുന്ന അല്ലെങ്കിൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ ഈ 3 വ്യക്തികളെ സുവിശേഷം ഒന്നിപ്പിച്ചതായിട്ടും അവരെ സത്യവചനം അവർ അറിഞ്ഞതായിട്ടും അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ അവർ വിവിധ നിലകളിൽ അറിഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷണ്ടനെ വഴിയിലിട്ടൊരു തേരിൽ വെച്ച ദൈവം പിടിക്കുന്നത്, പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് പബ്ലിക് റോഡിലിട്ട് അദ്ദേഹത്തെ പിടിക്കുന്നത്, ഇവിടെ കൊർന്നല്യോസിനെ വീട്ടു പ്രാർത്ഥനയിലാണ് ദൈവം പിടിക്കുന്നത്. നമ്മളെ എല്ലാം എവിടെ പിടിക്കണം, എവിടെ തുടങ്ങണം, എങ്ങനെ പിടിക്കണമെന്ന് കർത്താവിന് അറിയാം. ചിലരുടെ ശരീരത്തിലാണ് പിടിക്കുന്നത്, ചിലരെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ആത്മീയമായും ഈ 4 വിഷയത്തിന്മേൽ എവിടെങ്കിലും ഒക്കെ സന്ദർശിച്ച് എങ്ങനെയാണെങ്കിലും കൊള്ളാൻ നമ്മൾ തിരുസന്നിധിയിൽ വന്നിരിക്കും. അവൻ മുറിക്കുകയും മുറിവ് വെച്ച് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഇതാരാണ്? പ്രാസംഗികൻ. അവിടെ വന്നിരിക്കുന്ന പ്രാസംഗികനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡിഗ്രി ഇല്ല, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ല, അദ്ദേഹത്തിന് ഇന്നത്തെ പോലെ ഡോക്ടറേറ്റോ ദൈവശാസ്ത്രമോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹത്തിന് അറിയാവുന്ന ഏക തൊഴിൽ മീൻപിടുത്തമാണ്. പ്രൈസ് ഗോഡ്. 3.5 കൊല്ലമായിട്ടുള്ള കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് താൻ ഇറങ്ങിയിട്ട് 3.5 കൊല്ലമേ ആയിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 3.5 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ഗലീലക്കടപ്പുറത്ത് രാവിലെ 9 മണി സമയത്ത് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ വള്ളത്തിൽ നിന്നുള്ള പ്രസംഗം തന്റെ ഹൃദയത്തെ സ്പർശിക്കുകയും മീൻവലയും മീൻമുട്ടയും തള്ളിക്കളഞ്ഞ ശേഷം മനുഷ്യരെ പിടിക്കുന്ന കൂട്ടത്തിലേക്ക് ദൈവശബ്ദം തന്നെ ആകർഷിക്കുകയും അങ്ങനെ കർത്തൃവേലയ്ക്കായി വേർതിരിക്കുകയും ചെയ്യുകയായിരുന്നു. നമുക്ക് നന്നായിട്ട് അറിയാം. ഈ മനുഷ്യൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. യോപ്പ പട്ടണവും കൈസരിയയും തമ്മിൽ 56 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ പലവട്ടം കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. യൂദി എന്ന് പറയുന്ന ഒരു കർത്തൃദാസനെ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് കർമ്മൽ കൊടുമുടിക്കും യെരുശലേമിനും ഇടയിൽ ഒരു സ്ഥലത്ത് വേലയ്ക്കാക്കി. അതാണ് റോയൽ ക്രിസ്ത്യൻ മിനിസ്ട്രീസ് ഇന്റർനാഷണൽ. അതിശക്തമായിട്ടോടെ വളർന്നു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർത്തുകൊള്ളണം, പ്രായം കൂടി ശുശ്രൂഷയെല്ലാം കുറഞ്ഞു, ഇനിയൊന്നും നടക്കത്തില്ലെന്ന്. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ദൈവത്തിന് കയ്യിൽ ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രായമോ നിന്റെ ബിപിയോ നിന്റെ ഷുഗറോ ഒന്നും ഒരു വിഷയമല്ല. പരിശോധിച്ചാൽ പലവിധ രോഗമുണ്ട്. എന്റെ കൃപ നിനക്ക് മതി. എനിക്ക് ഇത്രയും പ്രായമായി, യാതൊരു അസുഖമില്ല. ഓടുക, ചാടുക, ബിപി ഇല്ല, കോച്ചില്ല, കുളത്തില്ല, വാദമില്ല, വാതരോഗമില്ല, പല്ലുകടിയില്ല, ഒന്നും ഒരു അസുഖമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ കാണുമ്പോഴേ അറിയാമല്ലോ, ഞാൻ ഒരു ശാപ്പാട്ടരാമനുമല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ഇറച്ചിപ്രിയനുമല്ല. പണത്തിനോട് എനിക്ക് ഒട്ടുമേ ആഗ്രഹമില്ല. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടംപോലെ പണം ഉണ്ടാക്കി ഞാനെല്ലാം കൂടെ വാങ്ങിക്കൊണ്ടിട്ട് അത് 10 തലമുറയ്ക്ക് ഉണ്ടാക്കിയിട്ടിരിക്കുകയല്ല. 1 സെന്റ് ഭൂമി ഒരു എന്റെ പേരിലില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കിട്ടിയാൽ എന്തായാലും കർത്താവിന്റെ പേര് കണ്ണോട്ടൊന്ന് അടിച്ചു തീർത്ത് കഴിഞ്ഞാൽ സമാധാനമാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാണ് ഇതിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണം. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം സകല ദോഷത്തിന് മൂലകാരണമാണ്. ദ്രവ്യാഗ്രഹം വെറുക്കുന്നവൻ ദീർഘായുസ്സോടെ ഇരിക്കും. ശക്തമായി കർത്താവിനോട് ചെയ്തോണം. നിന്റെ അതൊക്കെ ദൈവം തന്നോട് വന്ന് നിന്റെ കയ്യിൽ വേണ്ടത് കയ്യിൽ വന്നവരും പോക്കറ്റിൽ വരേണ്ടത് പോക്കറ്റിൽ വരും, അക്കൗണ്ടി വരേണ്ടത് അക്കൗണ്ടി വരും. നീ അതിന്റെ പുറകെ ഒന്നും കൊഴുത്തിട്ട് നടക്കേണ്ട കാര്യമില്ല. ചായ വലിയ ബുദ്ധിമുട്ട്, പഴയ പ്ലാസ്റ്റിക് ചെരുപ്പുകൾ, അലുമിനിയം പാത്രങ്ങൾ, പൊട്ടിയ ബക്കറ്റ് എന്തെങ്കിലും സഹായിക്കണം. പോകരുത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ആവശ്യങ്ങൾ നന്നായിട്ട് അറിയുന്നത്. നിന്റെ ഓരോ ശ്വാസവും ഇരുന്നേപ്പവൻ അറിയുന്നു. പിന്നെ നിന്റെ തലയിലെ മുടി വരെ എണ്ണി ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നീ ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും പോകുന്നതെല്ലാം അവൻ നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നിരൂപണങ്ങൾ ഞാൻ അറിയുന്നു. നമ്മുടെ ചിന്തകൾ അവനെ അറിയുന്നവനാണ്. ആന്തരിക അവയവങ്ങളുടെ കിടപ്പുകൾ, അതിന്റെ തകരാറുകൾ നന്നായിട്ട് കർത്താവിന് അറിയാം. പഞ്ചഭൂതങ്ങളടങ്ങിയ മനുഷ്യ ശരീരത്തിന്മേൽ 4448 നാടുനരമ്പുകളും 206 അസ്ഥികളും ഈ പഞ്ചഭൂതങ്ങളുടെ ശരീരത്തിന്മേൽ 96 മൂലകങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് വേണ്ട എല്ലാ കുറവുകളും പരിഹരിക്കാൻ ബുദ്ധിയും ശക്തിയും കൃപയും എല്ലാം ഒരു തരുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. നീ ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കിട്ടി, ആശുപത്രിയിൽ പുഷ്പകരിക്കുന്ന റിപ്പോർട്ട് കിട്ടി, അന്നേരം തട്ടുകട പൊറോട്ടയ്ക്ക് മാവ് പിടിച്ചവരെ മൊബൈലാണ് ചളങ്ങി ഞായറാഴ്ച പ്രാർത്ഥിക്കാറുണ്ട്. കുഞ്ഞമ്മ മാതിരിക്കുക ഇന്നലെ രാത്രി റിപ്പോർട്ട് കിട്ടി. പ്രൈസലോ. പിന്നെ നിന്റെ കർത്താവ് എന്തിനാ അവിടെ മൂടിയിരിക്കുന്നു? പ്രൈസലോ. ചങ്കിലെ ചോര കൊണ്ട് നിന്നെ നരകക്കുഴി രക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മുഖത്ത് വിശ്വസിക്കണം. അല്ലെ ഡോക്ടറാണെങ്കിൽ ഡോക്ടർ, യേശു ഏതെങ്കിലും വലിയൊരു വിടുതൽ. പ്രൈസലോ. നിന്റെ ജീവിതത്തിൽ ശരിയാകാൻ പോകുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ശരീരത്തിൽ ഇരുന്ന് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ ഈ ശരീരത്തിന്മേൽ അതിൻ്റെതായ വലിയ കഷ്ടതകൾ ജഡത്തിൽ അനുഭവിക്കേണ്ടതായിട്ട്.
ഈ കരിടത്തിൽ ഇരുന്നുകൊണ്ട് കട്ടത്തിലിരിക്കുന്ന ഒരാളെ ഒരു വാക്ക് കൊണ്ടോ സഹായം കൊണ്ടോ ഒരു നേരത്തെ ആഹാരം കൊണ്ടോ നീ ചെയ്തു നോക്കിയ കുഞ്ഞെ, അതൊരു ഭയങ്കര സംതൃപ്തിയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട KP യോനാച്ചാൻ പറഞ്ഞ പോലെ കുഞ്ഞെ ഇച്ചിരി ചമ്മന്തി, ഒരു മുളക് പൊട്ടിച്ചതും ഒരു കാന്താരി തൃപ്തിയായി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോണം. പ്രൈസലോ. അങ്ങോട്ട് പോയപ്പോഴാണ് അവർ വന്നിട്ട് 10-30 കൊല്ലമായി എന്റെ കുഞ്ഞുട്ടി ചായ 2 നില കെട്ടിട 3-4 കാറ് 5-6 കൂടെ പഠിച്ച പട്ടി, അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെല്ലാം ആശ്രയിൽ ഇഷ്ടം പോലെ വരവോട് വരവാ. ഞാൻ ഇറങ്ങിയിട്ട് 10 പേരുടെ വല്ലതായിരുന്നു ഇതുവരെ യാതൊരു വേൽഗതിയില്ല. ആഴപ്പാടിയിൽ വല്ലാത്ത ഗതിയാണ്. പറയരുത്, തന്നവനറിയാം എവിടെ കൊണ്ടെത്തിക്കണമെന്ന്. ഇന്ന് നിനക്കൊരു ശൂന്യത ഉണ്ടെങ്കിൽ നാളത്തെ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. പിറുപിറുക്കരുത്, മത്സരിക്കരുത്, ദൈവത്തോട് പിറുപിറുത്ത് ഒരു കാര്യം പോലും ചോദിക്കരുത്. എല്ലാം കടിച്ചമർത്തണം. കർത്താവ് ഇത്രയൊക്കെ നടത്തിയല്ലോ. എന്റെ സഹപ്രക്കാരും എന്നോട് കൂടെ പഠിച്ചവരും ജീവിച്ചവരും ജനിച്ചവരും മുങ്ങിയവരും പൊങ്ങിയവരും എന്നോടൊപ്പം ജനിച്ചവരും പലരും ഒന്ന് പൂമുഖത്തില്ലല്ലോ കർത്താവ്. അടിയനെ ഇന്ന് രാത്രി ദൈവം ഇരുത്തിയിരിക്കുന്നല്ലോ. നന്ദി കർത്താവ്. അതാണ് ഏറ്റവും വലിയ പ്രയോജനം. സ്തോത്രം. ആരെ പത്രോസിനെയാണ് പ്രസംഗിക്കാൻ വിട്ടിരിക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് വന്നു, അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു. അതിന് തിയറി ഇല്ല, തോഴ്സ് ഇല്ല, ഹിസ്റ്ററി ഇല്ല, ചരിത്രമില്ല. എസ്തേറിന്റെ ചുരിദാറും ഫറവോന്റെ പെൺകുതിരയും നെഹമ്യാവിന്റെ ചുടുകെട്ടയും ഏക്കർ പ്രവാചകന്റെ തലയൊട്ടിയും ദാവീദ് വലിയാത്രയുടെ കല്ലും കുന്തമൊന്നും അദ്ദേഹം പ്രസംഗിച്ചില്ല. അദ്ദേഹം 3 വിഷയങ്ങൾ അവിടെ പ്രസംഗിച്ചത്. ഈ വാക്കുകളെ, ഏത് വാക്കുകളെ? 43-ാം വാക്യത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും 3 കാര്യങ്ങളെ അവിടെ അദ്ദേഹം പ്രസംഗിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുമ്പോൾ അറിയാം. 35-ാം വാക്യത്തിലും 43-ാം വാക്യത്തിലും 41-ാം വാക്യത്തിലും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ആ യോഗത്തിന്റെ സംഘാടകൻ സ്വർഗം നേരിട്ടായതുകൊണ്ട് വന്ന ഉപദേശിക്ക് കുറിപ്പ് കൊടുക്കേണ്ട ഗതികൊണ്ടുണ്ടായില്ല. പാസ്റ്റർ, ഞങ്ങള് ഈ യോഗത്തിൽ ഇന്ന വിഷയം സബ്ജക്റ്റാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഈ സബ്ജക്റ്റ് വെച്ച് വേണം പ്രസംഗിക്കാൻ. നീ ഇതിനടുത്ത് അങ്ങനെ പ്രാസംഗികൻ അവിടെ ചെന്ന് നിൽക്കത്തേ ഉള്ളൂ. പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ സംഘാടകർ കൊടുക്കുന്ന കാര്യം പറഞ്ഞേച്ച് കൈശം പിടിച്ചിട്ട് പോക്കണം. ദൈവം കൊടുത്ത് പറയാനുള്ള അധികാരമില്ല. ദൈവത്തിന് അന്നത്തെ 1-ാം നൂറ്റാണ്ടിലെ ശുശ്രൂഷ, അക്കാലഘട്ടങ്ങളിലെ ശുശ്രൂഷ, യാക്കോബും പത്രോസും യോഹന്നാനും ബർന്നബാസും ഒക്കെ എഴുന്നേറ്റ് അവർക്ക് ദൈവാത്മാവ് കൊടുത്ത ദൂതറിയിച്ചു. അതുകൊണ്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ട് കൊടുക്കണം. യേശുവിനെ നടുക്കുന്ന തള്ളി ഇറക്കിയിട്ട് രാഷ്ട്രീയക്കാരനെ, ജഡീകനെയും പ്രാകൃതനെയും ഗുണ്ടകളെയും അടി വിളിക്കുന്നവനെ, തെറി വിളിക്കുന്നവനെ സഭയുടെ നടുക്ക് കയറ്റി നിർത്തിയിട്ട് ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ, ദൈവം ശക്തി ഇരിക്കും, അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ കേരളത്തിലെ വലിയൊരു സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ യോഗത്തിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ആ കസേരയുടെ സൈഡിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. നല്ല വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ ഇങ്ങനെ ഇരിക്കുക. കണ്ടു തുറന്നപ്പോ ആളിനെ കണ്ടില്ല. നോക്കിയപ്പോ ആരാ? ചിന്തിച്ച വെളിപ്പാട് കാണുകയാണ് കർത്താവായിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അയ്യോ അങ്ങ് ഇവിടെയാണ് ഇരിക്കുന്നത്? ഇത് അങ്ങയുടെ രക്തത്താലും ആത്മാവിനാലും വീടെടുക്കപ്പെട്ടു അങ്ങയുടെ ജനമല്ലേ ഇരിക്കുന്നത്, അങ്ങ് നടുക്കല്ലേ വരേണ്ടത്? ആത്മാവിൽ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ മറുപടി, നിനക്കത് പറയാം, പക്ഷെ അവന്മാരെന്നെ അടുപ്പിക്കത്തില്ല. എങ്ങനെയുണ്ട്? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു വന്നാൽ ദൈവ ശബ്ദത്തിന് വേണ്ടി ഇനിയെങ്കിലും പെന്തക്കോസുകാര് ആ വാതിലൊന്ന് തുറന്നു കൊടുത്ത് യേശു അകത്തോട്ട് കയറട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ വലിയ പ്രവൃത്തി അവിടെ നടക്കും. 1-ാം നൂറ്റാണ്ടിൽ പത്രോസിനെ ദൈവം അങ്ങനെ ഉപയോഗിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത്, ഈ തിയറിയും തോഴ്സും ഹിസ്റ്ററിയും ചരിത്രവും ദൈവശാസ്ത്രവും ഒക്കെ പഠിച്ചോ, അത് മാറ്റിവേ. ആരാധനയ്ക്കും സഭയ്ക്കകത്തെ ശുശ്രൂഷയ്ക്കും അത് ഉപയോഗിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ നവീകരണം, വിവേചന ശുശ്രൂഷയാൽ മനുഷ്യഹൃദയങ്ങളുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ശുശ്രൂഷ ഇത്രയ്ക്ക് നിലവിറ്റത്. വീണു. അനന്യാസം സബറിയും വസ്തു കച്ചവടം നടത്തിയ തെറ്റായ കണക്ക് കൊണ്ട് അപ്പോസ്തലൻ കൊണ്ട് കൊടുത്തപ്പോൾ പുറകിലൂടെ ഒരു ഉപദേശിയുടെ ഭാര്യ എന്ന് പറഞ്ഞില്ല, 6,37,573 കൊടുത്തത് ക്രൈസ്തവ എന്നെ മിനി എന്നോട് പറഞ്ഞായിരുന്നു. അത് പറയാൻ പോയില്ല. അത് വെളിപ്പാടും ദർശനവും ഉള്ളവനായി മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. വന്നപ്പോൾ ഇത്രയ്ക്കാണോ സ്ഥലം വിറ്റത്? അതെ, കറക്റ്റ് തുക അങ്ങോട്ട് ചോദിച്ചത്. സ്തോത്രം. അവിടെ തീർന്നു. അതിന്റെ പിന്നാലെ ഭാര്യ കയറി വന്നു, അവളും തീർന്നില്ല. ആ മനുഷ്യന്റെ മേൽ വ്യാപരിച്ചത് അത്യന്തമായ ഒരു ദൈവശക്തിയായിരുന്നു. എല്ലാവർക്കും ഭയം പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നവനെ ഇപ്പോൾ കർത്താവിന്റെ കരം നിന്റെ മേൽ വീഴും. ഇന്നെങ്ങാനും അങ്ങ് പറഞ്ഞാലുണ്ടല്ലോ, ആ ഉപദേശിക്കാൻ ലെറ്റർ അയക്കും. അതെ, ചില മുറിപ്പെടുത്തുന്നതായ ചില വാക്കുകൾ, ശാപത്തിന്റെ ചില വാക്കുകൾ സംസാരിക്കുന്നുണ്ടായി. കൗൺസിലർ കൂടുമ്പോൾ ഇങ്ങനെയുള്ളവരെ വിലക്കണം. അത് ആവശ്യമാണ്. പണ്ട പോയതൊക്കെ ആയിട്ടിരിക്കുക, വയലൊന്നുമില്ല. പണ്ടം കാണ്ട് പഠിച്ചിട്ട് 5 അവാർഡിനെ വെച്ച് കൊട്ടിക്കൊണ്ടിരിക്കുക. അന്നേരം ഈ കേസുകൾ കിട്ടിയത് തീരുത്. ദൈവാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് ശമരിയയിൽ വലിയൊരു ഉണർവ് നടക്കുകയാണ്. പ്രാസംഗികൻ ഫിലിപ്പോസാ. അടുക്കള പണിക്ക് വേണ്ടി കൗൺസിൽ കൂടി ആത്മീയനായി പോകേണ്ട മനുഷ്യനെ അടുക്കള പണിക്ക് വേണ്ടി പറഞ്ഞു വിട്ടു. 2 എണ്ണത്തിനെ, സബാനോസിനെയും ഫിലിപ്പോസിനെയും ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ദൈവാത്മാവ് സമ്മതിക്കുവോ? റൂട്ട് മാറ്റി നിന്നെ പല കുട്ടികളും വിടും, പക്ഷേ ദൈവത്തിന്റെ പ്ലാനിൻ പ്രകാരം നിന്നെ കൊണ്ടുവരേണ്ട സ്ഥാനത്ത് കൊണ്ടുവരും.
കണ്ടോ? കൗൺസിൽ കൂടി എടുക്കുന്ന തീരുമാനമൊന്നും നല്ല തീരുമാനമൊന്നുമല്ല. അത് മാനുഷികമായ ശുദ്ധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അന്ന് ആളുകളുടെ എടുത്ത തീരുമാനത്തിന് പിഴവ് പറ്റി ഇന്ന് തെറ്റ് പറ്റാതിരിക്കുമോ? ആ സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ അടിപിടിയല്ല നടത്തിയത്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി. ഫിലിപ്പോസ് ശബരിയിൽ ചെന്ന് അവിടെ ചെന്ന് പ്രസംഗിച്ചത്, നമുക്ക് നീ ഊതി വീഴ്ത്തെ, ശാപം മുറിക്കല്, വിശുദ്ധ ഗിരി, വിശുദ്ധ കൊര, പ്രോസ്പെരിറ്റി തിയോളജി. നിനക്ക് 1 ഏക്കർ സ്ഥലമേ ഉള്ളൂ, 1 ഏക്കറൂടെ കിട്ടാൻ പോകുകയാണ്. ഒരു കാറേ ഉള്ളൂ, ഒരു കുതിരവണ്ടി ഉള്ളൂ, ഒരു കുതിരൂടെ തരാൻ പോകുകയാണ്. ഒരു വൈഫേ ഉള്ളൂ, ഒരു വൈഫിനെ കൂടെ തരാൻ പോകുന്നു. ഇങ്ങനെയുള്ള കള്ളന്മാരുടെ പൈശാചിക ഉപദേശങ്ങളൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിന് പഠനവും പ്രാഗൽഭ്യമില്ലെങ്കിൽ തന്നെ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് അഭിഷേകം പ്രാപിച്ചെന്ന് അറിഞ്ഞു. എന്തായിരുന്നു? യേശുക്രിസ്തുവിനെയും ദൈവരാജ്യത്തെയും കുറിച്ചുള്ള സുവിശേഷം. അതായിരുന്നു അദ്ദേഹത്തിന്റെ സബ്ജക്ട്. ചെന്ന് പ്രസംഗിച്ചു. ദൈവശക്തി കൂടെ ഉള്ളെങ്കിൽ ഒത്തിരി ആഴമേറിയ കാര്യങ്ങളേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നീ പറയുന്ന വാക്കിലൂടെ കടന്നു ചെല്ലുന്നതായ അത്ഭുത ശക്തി കേൾക്കുന്ന മനുഷ്യഹൃദയങ്ങളിൽ പരിവർത്തനം നൽകും. പെന്തക്കോസുകാരെല്ലാം വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഊങ്ങി ആരെ മോളി കാണുന്നില്ല, ആഴ്ത്തി കിടക്കണം. വചനത്തിൽ നിലനിൽക്കുന്നവരുടെ ധൈര്യത്തോടെ ഇറങ്ങണം. കിട്ടിയ സമയം കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്നോണം. കൂട്ടായ്മ കിട്ടുന്ന 5 മിനിറ്റേ കിട്ടിയുള്ളൂ. എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ, എന്നെ കൊണ്ട് പറ്റുകയില്ല. കുഞ്ഞ് ആ 5 മിനിറ്റ് ആയിരിക്കും നെഞ്ചില്ലാതിരിക്കുന്ന തീക്കട്ട പറന്നു പോകുന്നത്. സമയത്തിന് അസമയത്തിന് ഉറഞ്ഞു നീക്കണം. നീ കർത്താവിന്റെ കരങ്ങളിലാണ് കുഞ്ഞ് നീ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് നോക്കുക. ഫിലിപ്പോസ് ശബരിയെത്തുന്ന ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവിടെയുള്ള ആഭിചാരത്തിന്റെ അടിവേര് പൊളിഞ്ഞു. മന്ത്രവാദ ശക്തികൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. രോഗികൾ കൂട്ടത്തോടെ സൗഖ്യമായി. 90 വർഷം സ്ഥാനപ്പെട്ടപ്പോൾ ആ നാടിനെ കിടുകിട ഉറപ്പിച്ച കൂടോത്രത്തിന് PhD എടുത്ത ശീമോനും ഈ ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. അച്ഛാ ഞാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. സന്തോഷം, അവനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വന്ന് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇരുന്നിട്ട് സ്ഥാനമാണ് നീ. ഞാൻ സ്ഥാനപ്പെട്ടു നല്ലത് തന്നെയാ. ഇവരെ മുക്കിപ്പൊക്കി കരക്ക് കയറ്റി വെച്ചിരിക്കുക. നീ അപ്പോസ്തലന്മാര് വരണം, കൈവെക്കണം, പരിശുദ്ധാത്മാവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അധികാരം ഫിലിപ്പോസിനില്ല. ചില പുള്ളികളുണ്ട് മൊത്തം തൂത്തുവാരി അവര് തന്നെ ചെയ്യണം, ആരെ അടിപ്പിക്കത്തില്ല. സ്തോത്രം. എന്നാൽ അങ്ങനെയല്ല, ഏൽപ്പിച്ച ശുശ്രൂഷ മാത്രമേ ചെയ്യാത്തുള്ളൂ, അല്ലാത്ത ഒന്നും ചെയ്യാൻ പോകരുത്. ദൈവം നന്ന കൃപയ്ക്കൊത്തവണ്ണം മാത്രമേ വിശ്വസിക്കാൻ പോകാവൂ. മറ്റു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അവരത് ചെയ്യട്ടെ. സ്തോത്രം. ഞാൻ അനവധി പുസ്തകങ്ങൾ കർത്താവിന്റെ ദാസന്മാരുടെ വായിച്ചു ശിഷ്യത്വത്തെ കുറിച്ച്. എനിക്കൊണ്ട് ധാരാളം ശിഷ്യത്വം എനിക്ക് കിട്ടി. എന്നെ വഴക്ക് പറഞ്ഞ കർത്താവിന്റെ ദാസർ ഗുണദോഷിച്ചു. വാളകം, പുച്ചൂർ, വർക്കിയാശം, തൊമ്മിപദേശം, മോശവത്സരം, നാഗസാഹിബ്, KV സൈമ സാർ, വേട്ടമല ഫിലിപ്പോസ് സ്വദേശി, മുട്ടങ്കി മുറുകച്ചായൻ, പത്തിക്കവയോനാച്ചൻ, കാരംവെലി മത്തായി, അഷ്ടമുടി ഉമ്മച്ചൻ, കീഴുക്കര കൊച്ചുപാപ്പി, പന്തള ശീമോൻ, അന്നമ്മ മാമൻ, പെണ്ണമ്മ സന്യാസി, പ്രൈസള തുടങ്ങിയതായിട്ടുള്ള അനുഗ്രഹീതര പൂച്ചടി മാമൻ ചെവിടെയൊക്കെ പുസ്തകങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ധാരാളം ഞാൻ കേട്ടു. പഴയ കാലഘട്ടങ്ങളിൽ അവരുടെ അനുഭവങ്ങളൊക്കെ അതിനെ കൂടുതൽ ബലപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അത് വിശ്വാസത്തിന് തന്നെ ഉറപ്പിച്ചു. അവര് പലരും മരിക്കുന്നതിനും വേണ്ട കരം വെച്ച് അനുഗ്രഹിച്ചാ കടന്നുപോയത്. എന്ന് പറഞ്ഞാൽ മുറിക്കകത്ത് രഹസ്യമായിട്ട് കൊണ്ടുപോയ കരഞ്ഞാന്റെ തല കൈവെക്കുന്നത്. താവേ ഇവനോട് കൂടെ ഇരിക്കണമേ. അത് ചില പദപ്രയോഗങ്ങൾ അദ്ദേഹം ചെയ്തു, പുറത്തു പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ മരിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുമായിരുന്നു. 4 മാസങ്ങൾക്കും മരിക്കുന്നതിനും വേണ്ട തല കൈവെച്ച് എന്നെ മുട്ടുകുത്തി നിർത്തി അനുഗ്രഹിച്ച് ആ കർത്താവിന് കടന്നുപോയി. VA അതുപോലെ തന്നെ തോമസ് ഫിലിപ്പ്, ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ്, ചേട്ടനും അനിയൻ പോലായിരുന്നു. എന്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങൾക്ക് വരെ എന്നോട് ചോദിക്കും, പണത്തിന് മനുഷ്യരെ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, പ്രൈസലോ, നീ ചെക്ക് എഴുതി ബാങ്ക് കൊണ്ട് കാശ് എടുക്കുക, എല്ലാം തരുവാണ് എനിക്ക്. ദൈവം ആ മനുഷ്യനോട് കൽപ്പിച്ചിരിക്കുക. അവർക്ക് അവസാനം പോകുന്നതിന് മുമ്പ് അദ്ദേഹം കൈ മുട്ടുകുത്തി എന്നെ നിർത്തി എന്നെ കല വെച്ച് അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തെ ശിഷ്യത്വം ഉണ്ടായിരിക്കണം. നിത്യതയിൽ പറന്നുപോയ വിശുദ്ധന്മാരുടെ കൈ നിന്റെ തലയെ കൈവച്ച് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ദൈവം ആ സാന്നിധ്യം, ആ ദൈവത്തിന്റെ വലിയ കൃപ, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപ. അതാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണ്. ദൈവത്തിന്റെ സ്തോത്രം, അത്യന്തമായ ശക്തി. അത് ശരീരത്തിന്മേലും അവിടെ എനിക്കൊന്നിനെയും പേടിയില്ല. ഞാൻ ഒരു ദേശത്ത് ചെന്നാൽ അവിടെയുള്ള കൂടോത്രക്കാരെ മുഴുവൻ എന്ന് വിളിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നിന്റെ ദൈവത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ, നീ എന്റെ പേര് വെച്ച് നീ കൂടോത്രം ചെയ്യുക. എന്നിട്ട് ആ സാധനം കൊണ്ടുപോവാ, ഞാൻ ഇവിടെ വെച്ച് കഴിച്ചു കാണിക്കാം. എനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഈ അച്ഛൻ കോവിലായിട്ട് നിന്നെ ഞാൻ സ്ഥാനപ്പെടുത്തും. ഞാൻ വെല്ലുവിളിച്ചിട്ട് ഇതുവരെ നട്ടലുള്ള ഒരുത്തം പോലും വന്നിട്ടില്ല. ഇവർക്കറിയാം അവൻ ചുമ്മാ നിസ്സാരക്കാരനല്ല. അവന്റെ കൂടെയുള്ള സംഗതി നിസ്സാര സംഗതിയല്ല. അവൻ ബ്രഹ്മാണ്ഡ ഘടകത്തെ ഉണ്ടാക്കിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസനാണ്. പിശാചിന്റെ പ്രവൃത്തി അടിക്കാൻ ദൈവത്തിന് ധൈര്യം ഉണ്ടായിരിക്കണം. ധൈര്യത്തോടെ വചനം പ്രസംഗിക്കണം. പത്രോസിന്റെ യോഹന്നാനെ ധൈര്യം കണ്ടിട്ട് ജനം ആശ്ചര്യപ്പെട്ടു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. പരിശുദ്ധാത്മാവ് നിർജ്ജവനായി യോർദാൻ വിട്ടുമാടി. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമൊന്നല്ല, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം താനത്രേ. ഉണ്ടോ?
എന്നാലും പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. ആരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് വന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവിനോട് പറ്റിയിരിക്കണം. ഒരു കാര്യത്തിലും പുറകുറുക്കരുത്. ദൈവം ജയകരമായി നടത്തും. എന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി പറയുക. ദൈവം മക്കളെ ശ്രദ്ധിക്കുക. എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമൊക്കെ കൺവെൻഷൻ സ്ഥലങ്ങളിൽ എല്ലാവരും എൻ്റെ ഫോട്ടോ ഈ കട്ടൗട്ടോടും ഫ്ലെക്സയിലും ഓട്ടോയുടെ പുറകിലും ഒക്കെ കൊണ്ടുവച്ചു. എന്നിട്ട് ഗോപിനാഥാചാരി പ്രസംഗിക്കുന്നു പറഞ്ഞു. ഒരു ദിവസം ദൈവം ഇടപെട്ടു. ഗോപിനാഥനെ കാണാനായിട്ടല്ല എൻ്റെ ജനം വരുന്നത്, എൻ്റെ വചനം കേൾക്കാനാണ് പറഞ്ഞു. അവിടെ ഞാൻ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, കർത്താവെ അടിയോട് ക്ഷമിക്കണമേ, അറിയില്ലാതെ ചെയ്തു പോയത് എല്ലാവരും കാണിക്കുന്ന പോലെ, അതുകൊണ്ട് പ്രൈസലോ ഇനി ഇത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ കൺവെൻഷൻ നടത്തി ആര് വിളിച്ചെന്ന് പറയാൻ ഞാൻ പറയും, കട്ടൗട്ടിന് ഫ്ലെക്സല്ലേ എൻ്റെ ഫോട്ടോ വെക്കാൻ, ഇതിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇട്ടു, ദൈവമക്കൾ കാണുന്നു, അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ, അല്ലാതെ ചെയ്യത്തില്ല. രണ്ടാമതിനോട് പറഞ്ഞു, 1 രൂപയ്ക്ക് പോലും കള്ളം പറയരുതെന്ന് പറഞ്ഞു. ഒറ്റ രൂപയ്ക്ക് ഞാൻ 1 രൂപയ്ക്ക് കള്ളം പറയും, നാളെ 10 കള്ളം പറയും, പിന്നെ 100 കള്ളം പറയും. പിന്നെ സാമ്പത്തിക തിരിമറിയിൽ ഞാൻ പെരും കള്ളനായിട്ട് മാറും. നീളത്തിലും സാമ്പത്തികത്തിലും വീണുപോകാൻ ഒറ്റ ഒരുത്തം മടങ്ങി വന്നിട്ടില്ല. യൂത മടങ്ങി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. കേസി മടങ്ങി വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ 7-ാം കൽപ്പന ലംഘിച്ചാൽ മടങ്ങി വന്നിട്ടുണ്ട്. അതൊരു നൈമിഷികമായിട്ടുള്ള 5-10 മിനിറ്റ് നേരത്തിലുള്ള ഒരു ശാരീരികമായിട്ടുള്ളതാണ്. പക്ഷെ ദാവീദ് മടങ്ങി വന്നു, നിലവിളിച്ചു, കരഞ്ഞു. അവന്റെ ജീവിതത്തിൽ ഇരട്ടി ശക്തിയോടെ ദൈവം ഉപയോഗിച്ചു. സ്വന്തം അവന് ഓർഡിനേഷൻ കൊടുത്തു. എന്റെ ഹൃദയ ഇഷ്ടപ്രകാരമുള്ള പുരുഷൻ, പാപം ചെയ്തതുകൊണ്ടല്ല, നാഥാം പ്രവാചകൻ കടന്നു എന്ന് അവന്റെ ജീവിതത്തിൽ ഒരു നൈമിഷികത്തിൽ സംഭവിച്ചു പോയ കുറവുകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൻ അനുതാപമുള്ളൊരു ഹൃദയം ഉണ്ടായി. പ്രീസലോ, ആ കുറവിനെ കുറിച്ച് അനുദപിക്കുമ്പോൾ അവിടെ ക്ഷമിച്ചു തരുന്ന ദൈവമുണ്ട്. പക്ഷെ നീളത്തിലും ദ്രവ്യാഗ്രഹത്തിൽ നീ വീണെങ്കിൽ നിനക്കൊരിക്കലും മടങ്ങി വരവില്ല. ഇല്ല ഇല്ല. സ്തോത്രം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. രണ്ടാമത്, 1 രൂപയ്ക്ക് കള്ളം പറയരുത്. 1, പ്രീസലോ, എന്നെക്കാൾ ഉപരിയായി മറ്റൊന്നിനെ സ്നേഹിക്കരുത്. അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. എൻ്റെ ഭാര്യയും മക്കളെയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും എല്ലാം പുറകെ കണ്ടിട്ട് കർത്താവിനെ എൻ്റെ മോളിൽ കാണുന്ന വെച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അന്നേരം ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞു, ശിമോനോട് ചോദ്യം എന്നോട് ചോദിച്ചത്, ശിമോനെ, നീ എല്ലാത്തിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. 3-4 ദിവസം കഴിഞ്ഞ് ആ തീരുമാനം എടുത്തു. കർത്താവെ, ഞാൻ അങ്ങേ കഴിഞ്ഞുപരിയായിട്ട് മറ്റൊന്നിനെയും സ്നേഹിക്കത്തില്ല. അതെന്നെ പരിശോധിച്ചു. 1 രൂപയ്ക്ക് കള്ളം പറയുന്ന എന്നെ പരിശോധിച്ചു. ഓട്ടോറിക്ഷ ഞാൻ മല്ലപ്പള്ളിയിൽ നിന്ന് പിടിച്ചു. 23 ഓട്ടോക്കാരന് കൊടുക്കുന്നു. 2 രൂപ കടം പറഞ്ഞു. ചേട്ടാ, നാളെ സ്റ്റാൻഡിൽ കൊണ്ടുതരാം. അത്ര എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. വേണ്ട സാറേ, വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നാളെ ഞാൻ വരും. ആ 2 രൂപ മല്ലപ്പള്ളി സ്റ്റാൻഡിൽ ചെന്ന് അരിച്ചു പെറുക്കി ആ മനുഷ്യനെ കണ്ടുപിടിച്ചുകൊണ്ട് കൊടുത്തു. അവിടെ ഞാൻ ക്ലിയർ ചെയ്തു. അല്പത്തിൽ വിശ്വസനെ അധികത്തിന് വിചാരകനാണ്. ഒരു മീറ്റിംഗ് വേണം, എന്നെ സഹായിക്കണമെന്നും പറയുന്ന ഗതികേടൊന്നും എനിക്കുണ്ടായിട്ടില്ല. നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, പ്രൈസ്തലോ, നിന്നെ അയക്കേണ്ട സ്ഥാനത്ത് ദൈവം അയക്കും. നിനക്ക് തരേണ്ട ദൈവം തരും. ആ നടത്തിപ്പിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരണം. പ്രൈസ്തലോ, എന്റെ വചനത്തിൽ നിന്റെ നാവിൽ തന്നിരിക്കുന്നു. അഭിഷേകമുള്ളവന്റെ അതിരത്തിലും ഹൃദയത്തിലും ആ വചനത്തിന്റെ നിറവും ഉറവും ഉണ്ടായിരിക്കും. അവൻ ഒറ്റയ്ക്കുള്ള ഒരു സ്ഥലത്ത് പോകുന്നത് അവന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പ്രൈസ്തലോ, സ്തോത്രം. അപ്പൊ നോക്കുക, അവിടെ ആ ഫിലിപ്പോസ് അവിടെ സ്ഥാനപ്പെട്ട വ്യക്തിയാണ് ശീമോൻ. ഞാൻ ഈ ഭാഗം പ്രസംഗിക്കാൻ ആഗ്രഹിച്ചതല്ല, പെട്ടെന്ന് കയറി വന്നതാ. ഒരാൾ സ്നാനപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല എന്ന് തെളിയിക്കാനോടെ. എല്ലാവരും ഒന്ന് സ്നാനപ്പെട്ട സ്വർഗത്തിൽ പോകുമെന്ന്. നിങ്ങൾ ഓരോരുത്തരുടെ പാപത്തിന്റെ ബോധനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാനാണ് പറഞ്ഞത്, അല്ലാതെ സ്നാനപ്പെട്ട് മാനസാന്തരപ്പെടാനല്ല പറഞ്ഞത്. ഇന്ന് നടക്കുന്ന മുഴുവൻ സ്നാനപ്പെട്ട് മാനസാന്തരപ്പെടുക, അതാ പറ്റിയ തകരാറ്. മാനസാന്തരം ഉണ്ടായ ശേഷമേ സ്നാനം സ്വീകരിക്കാവൂ. ഇവിടെ ശമരിയയിൽ ഫിലിപ്പോസിന്റെ കൈക്കീഴിൽ ആര് സ്നാനപ്പെട്ടു? ഇവൻ സ്നാനപ്പെട്ടു. പത്രോസും യോഹന്നാനും കടന്നു വരുന്നു. അപ്പോസ്തലന്മാർ കരം വെക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നു. ആത്മനിറവിലേക്ക് സ്ഥാനപ്പെട്ട ജനമെല്ലാം കടന്നു വരികയാണ്. അന്നേരം ശീമോൻ കുറച്ച് ദ്രവ്യം കൊണ്ട് കൊടുത്തിട്ട് പത്രോസിനോട് പറയുകയാണ്, ഞാനും കൈവച്ചാൽ ഈ പരിപാടി എനിക്കും ചെയ്യാനൊരു വരം തരണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വിവേചനപരമുള്ള ആളിന്റെ ഇരിക്കിലേക്ക് എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. സൂക്ഷിച്ചൊന്ന് നോക്കി, നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. കാരണം മാനസാന്തരപ്പെട്ടില്ല. ദൈവാത്മാവ് പറയുക, ഇവനെ കുറിച്ച് പറയുക, ഇവൻ മാനസാന്തരപ്പെടാതെ ചുമ്മാ ഇവനെ വെള്ളത്തിൽ മുക്കിയതാണ്. പ്രൈസ് ദി ലോർഡ്. 2, ഇവന്റെ ഹൃദയം നേരുള്ളതല്ല, കല്ല് വെച്ച നുണയും ഉടായിപ്പുവാ പറയുന്നു. ഞാനും കഴിഞ്ഞ് ഉള്ളിയോട് പറയുക. ആര് പറയാണ്? ദൈവാത്മാവ് പത്രോസിനോട് പറഞ്ഞതാണ്. കൈപ്പുള്ള വകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ ഉള്ളിലുണ്ട്. കൈപ്പുള്ള ചില പകകളും അനീതിയുടെ ബന്ധനം എന്ന് പറഞ്ഞ പാരമ്പര്യത്തിന് കിട്ടിയ ചില കുരുക്കുകളും ഇതിന്റെ ഉള്ളിലുണ്ട്. കൈപ്പുള്ള വക, തീരാത്ത ചില വ്യക്തി വൈരാഗ്യം ചിലരോടുണ്ട്. അതെല്ലാം വെച്ചോണ്ടിരിക്കുക. അവസാനം ഇവൻ സമർപ്പിച്ചു. നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, സ്നാനത്തിൽ നമ്മൾ അഭിമാനം കൊള്ളരുത്. ആന്തരിക രൂപാന്തരം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമുക്കുണ്ടാകണം.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന്മേൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരും. യേശുവിനെ കുരിശിന്മേൽ തറച്ചപ്പോ എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. 68-70 വയസ്സായപ്പോൾ തന്നെ പയ്യാൻ വരാതെ എടാ മക്കളെ പതിയെ പിടിച്ചോണ്ട് പോടാ എന്നും പറഞ്ഞാണ് ക്രൂശിച്ചല്ല. 35-ാമത്തെ വയസ്സിൽ നല്ല ചോരത്തളപ്പുള്ള സമയത്ത് യേശുവിനെ ക്രൂശിച്ചത് കൊണ്ട് നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരും. പുറമേ നോക്കുമ്പോൾ തന്നെ കവളൊട്ടിയതായിരിക്കാം, തലനെ മുടി പൊടിഞ്ഞതായിരിക്കാം, ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ടായിരിക്കാം, പക്ഷെ അകത്തെ മനുഷ്യൻ പവർഫുൾ ആയിരിക്കും. അകത്തെ മനുഷ്യൻ ഭയങ്കര പവർഫുൾ ആയിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. എന്തുകൊണ്ടാ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയാകും. പല സന്ദർഭങ്ങളിലും കർത്തൃദാസന്മാരെ ദൈവം നിങ്ങളെ ശക്തീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സെന്ററും നിങ്ങളുടെ പ്രാദേശിക സഭയിലെ അംഗങ്ങളും അറിയാതിരുന്ന ചില വേദനകൾ, സ്വന്തം ഭാര്യ പോലും അറിയാത്ത ചില വേദനകൾ ദൈവത്തോട് നീ ഏങ്ങലടിച്ച് പറഞ്ഞപ്പോൾ അവിടെ കേട്ടത് ആരാന്നറിയാമോ? അത് നിന്നെ ശുശ്രൂഷയ്ക്ക് ഇറക്കിയ സ്വർഗത്തിലെ ദൈവമാണ്. അതാണ് നിന്നെ വിളിച്ചത്. അല്ലാതെ ഒരു പ്രസ്ഥാനമോ ഒരു സൊസൈറ്റിയോ ഒരു കേന്ദ്രമോ ഒന്നും അല്ല. അവരൊക്കെ നിന്റെ മുഖം ഫോട്ടോ കണ്ട് സീലടിച്ച് വിടത്തേ ഉള്ളൂ. സകല ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഇന്ന് രാത്രി നന്നായിട്ട് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എബ്രായർ 6:4 വായിക്കുമ്പോൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചവർ പിന്മാറിപ്പോയാൽ പിന്മാറ്റക്കാർക്ക് നിത്യതയില്ല. പിന്മാറ്റക്കാർക്ക് ഒരിക്കലും വരാൻ പറ്റത്തില്ല. അവിടെ എഴുതിക്കുന്നത് ചുട്ടുകള എന്നാണ്. അതൊക്കെ നഷ്ടപ്പെട്ടാൽ 4 വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്കും ദൈവമക്കൾക്കും ദൈവം തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ള രാജ്യത്തിന്റെ ശക്തി, ദൈവരാജ്യത്തിന്റെ പവർ, പരിശുദ്ധാത്മാഭിഷേകം മാത്രമല്ല ദൈവശക്തി കൂടെ നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വചനം, അനുഗ്രഹിക്കപ്പെട്ട വചനം, കട്ടുകളും ദുരുപദേശവും ഇല്ലാത്ത കറ തീർന്ന വചനം അവൻ നമുക്ക് തന്നു തന്റെ വിശുദ്ധന്മാരിൽ കൂടെ. സ്വർഗീയ ദാനം, രക്ഷയുടെ സന്തോഷം, അതാ സ്വർഗീയ ദാനം. രക്ഷ, നമ്മുടെ രക്ഷയുടെ സന്തോഷം സൗജന്യമായിട്ട് തന്നു. ഇതെല്ലാം കിട്ടിയ ശേഷം അഹങ്കാരവും നീളവും പണവും സ്ഥാനമാനവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊന്നും വില കൊടുക്കാതെ പുറകോട്ട് മാറി. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നൽകിയവൻ രക്ഷാദാനവും തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനവും. നൽകിയവൻ രക്ഷാദാനവും തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനവും. ഭവനത്തിൽ ദൈവിക നിർണയപ്രകാരം ഒരു വൺഡേ പ്രാർത്ഥന നടക്കുകയാണ്. അതിനകത്ത് പ്രസംഗിക്കാൻ വന്ന ആളിന്റെ റേഞ്ച്, ഡിഗ്രി, ക്വാളിഫിക്കേഷൻ ഒക്കെയാണ് ഞാൻ ആദ്യം മുമ്പേ പറഞ്ഞത്. ഇത് നടത്തിയത് കർത്താവ് നേരിട്ടുള്ള ഇടപെടലായിരുന്നു. ദൂതനെ അയച്ച് ആ യോഗം അവിടെ നടത്തേണ്ട ആവശ്യമായിരുന്നു. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ആ 10-ാം അധ്യായത്തിൽ കാണുന്നത്. അവൻ എങ്ങനെയുള്ള ആളായിരുന്നു? ഭക്തൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, സകലഗ്രഹത്തോടും ദൈവത്തെ ഭയപ്പെടുന്നവൻ, ധാരാളം സാമ്പത്തികം ദാനം ചെയ്യുന്നവൻ. ഇതേ കണ്ടീഷനുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നു?
നമ്മളെ എല്ലാം കടത്തി വെട്ടുന്ന ഒരു മനോനിലവാരവും ഒരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യനായിരുന്നു മിസ്റ്റർ കൊർന്നേലിയോസ്. സ്വോത്രം. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ 100-ലധികം പട്ടാളക്കാരുണ്ട്. ഇവിടെ അകമ്പടിക്ക് വേലക്കാർ വേറെയുണ്ട്. ഒക്കെയുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ അവൻ ഭക്തനായിരുന്നു. അത്രയും അധികാരവും സ്വാധീനവും പണവും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. താൻ അതുപോലുള്ള ആ വില്ലയാണ് തനിക്ക് താമസിക്കാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഗവൺമെന്റ്. അതിന്റെ അകത്തായി പരിപാടിയെല്ലാം നടക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്നു. ഭക്തിയുള്ളവനാണ്. സകല ഗ്രഹത്തോടും ദൈവത്തെ ഭയപ്പെടുന്നു. ധാരാളം ധർമ്മം കൊടുക്കുന്നു. പക്ഷെങ്കിൽ സ്വർഗം ഇവനില്ല. ക്രൈസ്തലോടോ ഹല്ലേലൂയായോ യേശു എന്നുള്ള നാമം അവന്റെ വായിൽ ഇതുവരെ വന്നിട്ടില്ലെന്നുള്ളതാണ്. ഇത് സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കി. അവൻ ഭക്തനാണെന്നും പ്രാർത്ഥിക്കുന്നവനാണെന്നും രക്ഷകനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും സകല ഹൃദയങ്ങളെ അറിയുന്ന ദൈവം മനസ്സിലാക്കിയത് കൊണ്ട് തന്റെ ദൂതനെ തന്റെ ക്വാർട്ടേഴ്സിലേക്ക് അയച്ചിട്ട് സുവിശേഷം അറിയിച്ചില്ല. ദൂതന്മാർക്ക് സുവിശേഷം അറിയിക്കാനുള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല. അത് കർത്താവിന്റെ ദാസന്മാർക്ക് ദൈവം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ അന്വേഷിച്ച് 56 കിലോമീറ്റർ ദൂരെ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ് അവിടെ ഉണ്ടെന്ന് കർത്താവിന് അറിയാം. എവിടൊക്കെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നു, ആരൊക്കെ കറങ്ങി നടക്കുന്നു, ആരൊക്കെ കിറുങ്ങി നടക്കുന്നു, നീ എന്തൊക്കെ കാണിക്കുന്നുള്ളവരെ കർത്താവിന് നന്നായിട്ട് അറിയാം. യഹോവയുടെ കണ്ട് എല്ലായിടത്തും ഉണ്ടാകാത്തവരെ നല്ലവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശൗലിനെ രാജാവാക്കാനായിട്ട് യഹോവയായ ദൈവം വിളിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ് അവരെ അവിടെ ഒന്നും ഏറിയായി കണ്ടില്ല. സമൂഹം കൺഫ്യൂഷനായി. 10 മണിക്ക് മുമ്പ് അവന്റെ സത്യപ്രവൃത്തി നടക്കണം. ശൗൽ എവിടെ? ശൗലിനെ കണ്ടില്ല. ഉടനെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, ജനം വന്നു, ശൗൽ എവിടെ? എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ലോ. അവൻ എവിടെയാണ്? സാമാനങ്ങളുടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് തൂക്കി എടുക്കൊണ്ട് വന്നു. ചിലർ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ നീ എന്നെ ഒളിച്ചുകളികളൊക്കെ നിന്റെ ജീവിതത്തിലുണ്ട്. ദൈവം തൂക്കിയെടുത്ത് കൊണ്ടുവരും. കൊണ്ടുവന്നു, നടുക്കോട്ട് നിർത്തി. എല്ലാവരെയും കാട്ടിലും പൊക്കമുള്ള ആളായിരുന്നു. കണ്ടോ, ആഗാന്റെ ഭവനത്തിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം യുദ്ധത്തിന് പോയപ്പോൾ കിട്ടിയതായ ബാബിലോന്യ മേലങ്കിയും അതിന്റെ വെള്ളിക്കെട്ടി എല്ലാം കൂടെ ഒരു 2 അടി താഴ്ച കുഴിച്ചിട്ട് അതിന്റെ പുറത്ത് കട്ടിൽ കയറ്റിയിട്ട് സ്വോത്രം പറഞ്ഞു പ്രാർത്ഥിച്ച് യോശുവയുടെ മുമ്പിൽ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് അച്ഛാ, എന്നാണ് വിശേഷം? പിടിച്ചു ദൈവം. പ്രൈസ് ദി ലോർഡ്. കബഡിച്ചോട് എവിടെല്ലാം കൊണ്ട് താത്തിട്ടുണ്ടോ ഒതുക്കിയിട്ടുണ്ടോ തിരുവല്ല ഒരു ബാങ്ക് പൊട്ടി. എത്ര ബന്ധക്കോസുകാരുടെ കാശ് പോയെന്നറിയാമോ? സ്തോത്രം. പോകാത്ത ദൈവമക്കളെ ഭാഗ്യം. പ്രൈസ് ദൈവത്തിന് സ്തോത്രം. അപ്പൊ വോട്ട് അതൊക്കെ തൊടാൻ പോയാൽ ചിലപ്പോൾ നാളെ എന്റെ വോട്ടായിരിക്കും പത്രത്തിൽ. എല്ലാം ഉപദ്രവിക്കരുത്, ഞാൻ പാവം പിടിച്ച ഒരാളാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറയും സത്യമാണോ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോ നമ്മുടെ എല്ലാ അവസ്ഥകളും നന്നായിട്ട് കർത്താവിന് നന്നായിട്ട് അറിയാം. പ്രൈസ് കോടാനുകോടി മത്സ്യങ്ങളുള്ള ഗലീലാക്കടലിന്റെ അടിത്തട്ടി കിടന്ന മത്സ്യത്തിന്റെ ഉള്ളിരുന്ന നാണയം CT സ്കാനോ കമ്പ്യൂട്ടറോ സാറ്റലൈറ്റോ ഇല്ലാതെ കർത്താവ് കണ്ടിട്ട് പറഞ്ഞു, ഇതിന്റെ അവിടെ ചൂണ്ട. ആദ്യം കിട്ടുന്ന മീന്റെ വായിക്കാത്ത നമുക്കുള്ളത് വെച്ചിട്ടുണ്ട് മോനെ. സ്വത്രം. കണ്ടോ, ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. കർത്താവെ, പെസക ഒരുക്കേണ്ടത് എവിടാണ്? നേരെ പട്ടണത്തിലേക്ക് വിട്ടു. ഒരു കൂടെ വെള്ളം ചോദിട്ടൊരു മനുഷ്യൻ വെള്ളം അടിച്ചുകൊണ്ടപ്പോഴല്ലേ പോകുന്നത്. ഒരു കൂടെ വെള്ളം ചോദിട്ടൊരു മനുഷ്യൻ പോകുന്നതാണ്. അവന്റെ പിന്നാലെ ജനനം, അവന്റെ പിന്നാലെ പോയി, അവനെ അരികെ പോയി, അവന്റെ കയ്യിലുള്ള അടിച്ചു മാറ്റുന്നത്. അവൻ കയറുന്ന വീട്ടിൽ ചെന്ന് ആ വീട്ടിലുള്ളവരോട് ചോദിക്കാൻ പറയും. ഒരു കാര്യം പറയുന്നത് വ്യക്തമായിട്ടേ നമ്മുടെ കർത്താവ് പറയത്തുള്ളൂ. അല്ല ആരാണ്ടൊക്കെ ഈ യോഗത്തിൽ എങ്ങാണ്ടൊക്കെ നിൽപ്പുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. ഒരു തോമസ് ഇവിടെ നിൽപ്പുണ്ട്, ഒരു മേരിക്കുട്ടിയുണ്ട്, ഒരു പാച്ചുണ്ട്, ഒരു കോവാലുണ്ട്. ഇവന്മാരെയൊക്കെ അങ്ങ് ചൈനയിലും ഹോങ്കോങ്ങിലും ഒക്കെ ചെന്ന് പറയണം. അവിടെ ഉള്ള പേരെങ്ങനെ അറിയാവോ? വണ്ടിക്കൂലിക്ക് കാശില്ലെന്നോ അവരോട് നീട്ടിക്ക്. സ്വത്രം. ഇനി ഈ തരികടി ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. പാസ്റ്റർമാരെക്കാട്ടിലും കടത്തി വിട്ട് നിൽക്കുക വിശ്വാസികൾ. അവർക്ക് തട്ടിപ്പൊക്കെ മനസ്സിലായി. ഒരുത്തർ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ അറിയാം ഏത് ആത്മാവിലാ പ്രസംഗിക്കുന്നു. അവനെ വിവേചിക്കണം. മൈക്കിന്റെ മുമ്പിലും ഉപവാസ പ്രാർത്ഥന എഴുന്നേറ്റിരിക്കുന്ന ഉപദേശി ആത്മാവിൽ വിവേചിക്കണം. അവന്റെ തനിതരം ദൈവം കാണിച്ചു തരും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അത് വിവേചനവരെ ഇല്ലാത്ത ആണെങ്കിൽ വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കേട്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ദൈവം തമ്പുരാൻ ഉയർത്തും. ഇന്ന് രാത്രി ഇതൊന്ന് താഴ്ത്തിക്ക്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ താഴ്ത്താനും ചവിട്ടി താഴ്ത്താനല്ല, രഹസ്യമായി ദൈവസന്നിധിയിൽ നീ 0 ആയി കഴിഞ്ഞാലുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, നിന്റെ കയ്യിലേക്ക് ഒരു ഒലിവുവിലയുമായിട്ട് പ്രാവ് കടന്നു വരും. നിന്റെ കൂടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ മലങ്കാക്കയാ വന്നത്. അന്നും പോയി ഈ നാറ്റം പിടിച്ച ഈ വൃത്തികെട്ടണത്തിന് എന്താ നീ പിടിക്കാൻ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധന്മാരെ ഒരുക്കപ്പെട്ട ഐശ്വര്യമേറിയ ചില വഴികളൊക്കെ ദൈവം തമ്മിൽ വരും. ഞാൻ 2010 അമേരിക്കയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ മുഖ്യ പ്രാസംഗികനായിരുന്നു. ഞാൻ ബാബു ചെറിയാൻ, കൽപ്പന ഏണസ്റ്റ്, വത്സനെ പ്രകാം, ഞങ്ങൾ 4 പേരായിരുന്നു. അത് റോച്ചസ്റ്ററിൽ വെച്ച് നടക്കുന്നത്. അവിടെ പ്രസംഗം ഞാൻ മാത്രമേ ഉള്ളൂ, വിദ്യാഭ്യാസവും ഡിഗ്രി ഒന്നും ഇല്ലാത്തത്. പ്രസംഗം കഴിഞ്ഞു. ഫാമിലി കോൺഫറൻസ്, ഭയങ്കര കൺവെൻഷനാണ്. എനിക്ക് അവർ 45 മിനിറ്റ് സമയമാണ് അവിടെ തന്നത്. തീരാറായപ്പോൾ തന്നെ സദസ്സിൽ നിന്ന് 1-2 ദൈവദാസന്മാർ പറഞ്ഞു, സമയം വിഷയമല്ല, കുറച്ചുകൂടി മുമ്പോട്ട് പോട്ടെന്ന് പറഞ്ഞു.
പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അത് വെച്ച് ഞങ്ങൾ തീരുമാനിക്കുന്നു പറയാം. അങ്ങനെ സമയം നീട്ടി തന്നു. അപ്പോൾ ഞാനവിടെ ചെന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഫിലദൽഫിയയിൽ നിന്ന് ആൾക്കാർ അറിഞ്ഞു. പെട്ടെന്ന് ഫിലദൽഫിയയിൽ വലിയ ഓഡിറ്റോറിയം എടുത്ത് അവർ 2 ദിവസത്തെ കൺവെൻഷൻ എന്നെ വെച്ച് അവിടെ നടത്തി. ദൈവത്തിന്റെ സ്തോത്രം. ഒരു മീറ്റിംഗ് വേണമെന്നോ എന്നെ സഹായിക്കണമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ സഹായിക്കുന്നവരോടുകൂടി യഹോവ എന്റെ പക്ഷത്തുണ്ട്. ചില ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് 7 പെൺമക്കളാണ്. സ്തോത്രം. 6 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചു. ഇനി ഒരാളെ കൂടി ഉണ്ട്. ഇതൊക്കെ കേട്ടാ തോന്നുന്നു നമ്മൾ അതിനൊക്കെ ഉത്തരവാദികൾ. ഓരോ കാര്യത്തിൽ ഇറങ്ങണം ഓർക്കണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആട്ടെ തന്നിട്ടുണ്ടെങ്കിൽ വേണ്ട, അത് സമയമാകുമ്പോൾ ദൈവം എന്റെ വഴികളും വാതിലും തുറക്കും. ഇല്ലേ പ്രൈസ്? നാട്ടുകാരെ സഭക്കാരെ മനോരമിക്കാത്ത കുഡൂസും എല്ലാം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്നും വേണ്ട. പ്രാണൻ തന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, ജീവൻ തന്ന ദൈവം ഉണ്ടെങ്കിൽ, എത്ര എണ്ണം ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാനുള്ളത് സ്വർഗത്തിലെ തമ്പുരാന്റെ സന്നിധിയിലുണ്ട്. സ്തോത്രം. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവന് കാര്യം എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ 8:52 നമുക്ക് 9-ന് മുമ്പ് യോഗം നിർത്തണം അച്ചായൻ പറഞ്ഞത് ക്ഷമിക്കണേ. അതുകൊണ്ട് അദ്ദേഹം അവിടെ കടന്നു വന്ന് ഈ വാക്കുകളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ച് സംസാരിച്ചത്, ആ പ്രസംഗം അവരുടെ ഹൃദയത്തിൽ ചലഞ്ചായി, അവരുടെ ഹൃദയത്തിൽ വ്യാപരിച്ചു. ഈ ദൈവത്തിന്റെ ആലോചന അറിയിച്ചെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കത്തുള്ളൂ. നല്ല തീരുമാനം അവരുടെ ഹൃദയം. വചനം പ്രസംഗിച്ചെങ്കിൽ നല്ല തീരുമാനം. കോമഡി പറഞ്ഞാൽ നടക്കത്തില്ല. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. വളിപ്പും പുളിപ്പും അല്ല, യഥാർത്ഥമായി ദൈവവചനത്തിലൂടെ നഗ്ന സത്യങ്ങളെ ദൈവാത്മാവിൽ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സത്യസത്യമായി വെളിപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അങ്ങോട്ട് ബോധവൽക്കരണം നടത്തി. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ഉണ്ടെന്നാണ് അദ്ദേഹം 43-ാം വാക്യത്തിൽ പറഞ്ഞു തീരുകയും വചനം കേട്ടവരുടെ ദൈവാത്മാവ് വരാനായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ പത്രോസിനോട് ഒരു ടീം എല്ലാം കൂടെ കൈസരിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ പരിച്ഛേദന ഏറ്റ സ്ഥാനപ്പെട്ടവരായിരുന്നു. നേരത്തെ അറിയാൻ വരാതെ പരിച്ഛേദന ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവരെ സ്ഥാനപ്പെട്ടവരായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ഇവരെ സ്ഥാനപ്പെടുന്നതിന് എന്താ തടസ്സം? ഒരു തടസ്സമില്ല. പത്രോസ് അവരെ സ്ഥാനപ്പെടുത്താനായിട്ട് കൽപ്പിച്ചു. പൗലോസ് സ്ഥാനപ്പെട്ടു, ശണ്ടൻ സ്ഥാനപ്പെട്ടു, ലുദിയ സ്ഥാനപ്പെട്ടു, കൊർന്നല്യോസും കുടുംബവും സ്ഥാനപ്പെട്ടു, ക്രിസ്മസും കുടുംബവും സ്ഥാനപ്പെട്ടു, കാനവച്ചൻ സ്ഥാനപ്പെട്ടു, ഗോപിനാരാചാര്യ സ്ഥാനപ്പെട്ടു, ചെന്നിത്തല ഇവരെല്ലാം സ്ഥാനപ്പെട്ടിട്ടും നീ ഇന്ന് ഈ തളിക്ക പരിപാടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് കുഞ്ഞെ അതിന്റെ അവസാനം നീ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കുരിശിലേക്കുള്ള സ്ഥാനപ്പെട്ടില്ലെന്ന് പറഞ്ഞ് നീ ആ ഫയൽ എടുത്തുകൊണ്ട് നിൽക്കരുത്. അന്ന് ദൈവസഭ നിലവിൽ വന്നിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ആ സഭ നിലവിൽ വരുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിന്റെ തിരിശില വീഴാൻ പോവുകയാണ്. 2000 വർഷങ്ങളായി മാനവജാതി കാത്തുകൊണ്ടിരുന്നത് ആ വലിയ തേജസ്സിന്റെ രൂപം 1-ാം വരവ് രഹസ്യപരവുങ്ങൾ മധ്യാകാശത്തിലും 2-ാം വരവ് പരസ്യമായിട്ട് ഭൂമിയിലേക്ക് തന്റെ സമയമായിട്ട് കടന്നു വരും. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ദൈവം ഇതിന്റെ സംവിധായകനാണ്. ദൈവത്തെ പ്രകൃതിന്റെ നിർമ്മിതാവാണ്. ദൈവത്തിന് മഹത്വം. ഇതിന്റെ അകത്തെ അഭിനേതാക്കളാണ് മാനവജാതി മുഴുവൻ. ഇതിനകത്ത് നായകൻ ക്രിസ്തുവാണ്. നായകൻ ക്രിസ്തുവാണ്. നായിക ദൈവത്തിന്റെ സഭയാണ്. ഇതിന്റെ അകത്തെ വില്ലൻ സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. കൃപായുഗത്തിന്റെ അവസാനം നായകൻ വന്ന് നായികയെ കൊണ്ടുപോയി വില്ലനെ വകവരുത്തുന്നതോടുകൂടെ പിശാചിനെ അവന്റെ ദൂതന്മാരെ രക്ഷിക്കപ്പെടാതെ മാനസാന്തരപ്പെടാതെ വേർപെട്ട് ദൈവത്തെ സ്തുതിക്കാതെ പോയാലെല്ലാം അവനോടുകൂടി അഗാധത്തിലേക്ക് തള്ളപ്പെടും. ശപിക്കപ്പെട്ടവരെ പിശാചനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയ സ്ഥലത്തേക്ക് പോകുകയും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ആരാധിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു. വേദപുസ്തകത്തിൽ 4 ആരാധനയുണ്ട്. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് അപ്പോസ്തലൻ കടന്നു വരുമ്പോൾ ആ വലിയ ഉദ്യോഗസ്ഥൻ എടുത്തടിച്ച പോലെ പത്രോസ് അപ്പോസ്തലന്റെ കാൽക്കലോട്ട് വീണു. പുള്ളിയായിരുന്നു വലിയ ക്രെഡിറ്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല, നീ ആരെങ്കിലും വീണു എന്നും പറഞ്ഞല്ല. അതരുത്, ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. കണ്ടോ വലിയ താഴ്മ കണ്ടോ? അത്രയും ദൈവശക്തി ആ മനുഷ്യ ശരീരത്തിൽ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ അടുത്ത മനുഷ്യനായിട്ട് നിന്നിട്ടെങ്കിലും ആ ഓഫീസറോട് കാണിച്ചതായി ദൂരം കൊണ്ടോ ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. എന്താണ് ആരാധന?
ഒന്നാമത്തെ ആരാധന എന്ന് പറയുന്നത് മനുഷ്യാരാധന. 30 ദിവസത്തേക്ക് ദരിയാശരാജാവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പറ്റത്തില്ല. അടുത്ത തീരുമാനം ഫയൽ വായിച്ച് ഒപ്പിട്ടു. ദാനിയേലിന് നിരയുന്നു. ദാനിയേൽ 3 വട്ടം കിളിവാതിൽ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കുന്നു. മനുഷ്യനെ ആരാധിക്കുന്നു. തമിഴ്നാട്ടിൽ ഒരു കള്ളനുണ്ടായിരുന്നു. 6 മാസം മദ്രാസിൽ ഒളിപ്പുള്ളിയായി നടന്നുവെച്ച് അവൻ മാജിക്ക് പിടിച്ചു. തിരിച്ചവൻ മധുര വന്ന ഒരു ആലിൻ്റെ വീട്ടിൽ ഒരു കപട സന്യാസിയായിട്ട് അവൻ ഇരുന്ന് മാജിക്ക് കാണിച്ചു. തമിഴ് മക്കളെല്ലാം കൂടെ അങ്ങ് വിശ്വസിച്ചു. അയ്യോ, ഇത് അത്ഭുത ദൈവമാ, ഇത് അത്ഭുത ദൈവമാ, അതുങ്ങൾ എന്തെങ്കിലും കണ്ടാൽ മതി, അത്ഭുത ദൈവമാ. അങ്ങനെ ഇരുന്ന് വരുന്നവർക്കെല്ലാം കൂടെ പുള്ളിക്ക് അവരോട് പണം കൊടുക്കുന്നു, സ്വർണം കൊടുക്കുന്നു, മാല കൊടുക്കുന്നു, ആപ്പിൾ കൊടുക്കുന്നു, എല്ലാം ഇപ്പം ശരിക്കും അങ്ങ് തിന്നു. സ്വത്രം 6 മാസം കൊണ്ട് ഇവന്റെ വയറെല്ലാം അങ്ങ് വീർത്ത്. എക്സസൈസ് ഇല്ലല്ലോ, ഇങ്ങനെയുള്ള ഇരിപ്പല്ലേ, വയറെല്ലാം അങ്ങ് വീർത്തതായി. ഇടയ്ക്കിടയ്ക്ക് വയറ്റ് വേദന വന്നു. വയറ്റിൽ നിന്ന് ശരിക്കും പോകത്തില്ല. ആകെപ്പോടെ കുഴപ്പമായി. പറഞ്ഞ അന്നേരം എല്ലാം ദൈവമാണെന്ന് പറഞ്ഞാണ് വന്ന പ്രജകളെല്ലാം ഇരുന്നത്. പുള്ളിക്ക് അവസാനം സഹിക്കാൻ മേല, വേദന കൊണ്ടൊക്കെ പൊളയി. അവസാനം പുള്ളി ഒരു ഒറ്റ വിളിയെന്ന് വിളിച്ചു, എന്റെ ദൈവമേ. അന്നേരമാണ് അവിടെ വിവരമുള്ള ഒരുത്തനുണ്ടായിരുന്നു. എടാ, അവൻ ദൈവമേ എന്നല്ലേ ഇപ്പം വിളിച്ചത്? അതെ, എടാ ഇവനല്ല ആൾ, ഇതിന്റെ മുകളിൽ വേറൊരുത്തനുണ്ടെന്ന് കണ്ടോ? സ്വതന്ത്രം. നമുക്കെല്ലാം ഈ കണി വീണവരായിരുന്നു. പക്ഷെ സത്യം നമ്മൾ അറിഞ്ഞു, സത്യം നമ്മളെ സ്വതന്ത്രമാക്കി. മനുഷ്യനെ ആരാധിക്കുന്നു. ഒരിക്കലും മനുഷ്യനെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല. രണ്ടാമത്തെ മെന്റൽ ആരാധന. ഏലിയാവിന്റെ കാലഘട്ടങ്ങളിൽ അതെ 850 കള്ളപ്രവാചകന്മാർ നട്ടുച്ച സമയത്ത് അവർ വഴിയിലൂടെ വാളും കുന്തവും ദേഹത്തെ നെടുകയും കുറുകയും വെച്ച് കുത്തിക്കയറ്റി ചോര ഒലിപ്പിച്ച് വാലി എന്ന് പറഞ്ഞ അവർ റോഡിൽ കിടന്ന് ചാടി. അവിടെ ഒരു വാലും വന്നില്ല, തലയും വന്നില്ല. ഉച്ചയ്ക്ക് സൂക്ഷൻ 2:30 ഏലിയാവ് രംഗത്ത് വന്നു. സ്വത്രം. തീ കൊണ്ട് ഉത്തരം വരണമെന്നൊരു ദൈവമുണ്ട്. തീ കൊണ്ട് ഉത്തരം വരണമെന്ന് ദൈവമുണ്ട്. അപ്പൊ അതുവരെ നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കുമെന്ന് ഏലിയാവ് ചോദിച്ചപ്പോൾ അന്നത്തെ പെന്തക്കോസുകാരൊന്നും മിണ്ടിയില്ല. തെറ്റിദ്ധരിക്കരുത്, അന്നത്തെ പെന്തക്കോസുകാരൊന്നും മിണ്ടിയില്ല. കാരണം അവർ 2 ഉണ്ട്. ഇപ്പൊ IPCയിലും ന്യൂ ജനറേഷനിലും ഉണ്ട്, പ്രോസ്പെരിറ്റി തിയോളജിയിലും ഉണ്ട്, അറ്റേക്കുണ്ട്, എവിടെയുണ്ട് പ്രൈസലോ. എല്ലാത്തിലും ഇവർ കൂടും. നമ്മളെല്ലാത്തിലും ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇതിനെ നടക്കുക. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? ഉടനെ ജനമൊന്നും മിണ്ടിയില്ല. ഏലിയാവ് പറഞ്ഞു, തീ കൊണ്ട് ഉത്തരം വരണമെന്നൊരു ദൈവമുണ്ട്. അതുവരെ പമ്മി ഇരുന്ന പുള്ളികളെല്ലാം പറയാം, അത് നല്ലത്. എന്തുകൊണ്ടാ? പുതിയത് വല്ല ഇറക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പുതിയതൊന്നും ഇറക്കാനില്ല. അപ്പോസ്തലന്മാർ ഇറക്കി വിട്ടതാ ഞാനും ഇന്ന് രാത്രി ഇവിടെ ഇറക്കുന്നത്. നിത്യത, രക്ഷര, വീണ്ടെടുപ്പ്, മടങ്ങി വരവ്, മാനസാന്തരം, വിശുദ്ധി, വേർപാട്, ഇതാ എനിക്ക് പ്രസംഗിക്കാനുള്ളത്. മാത്രം ഇതാണ് പ്രിയപ്പെട്ടവരെ. അടുത്ത ആരാധന മെന്റൽ ആരാധന ആണ്. അവിടെ മാനസിക വിഭ്രാന്തിയുടെ ആരാധനയാണ് അവിടെ നടന്നത്. പിന്നെ മെറ്റൽ ആരാധനയുണ്ട്. റോമാക്കാരുടെ റോമൻ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ ഇഴജാതി പക്ഷിയുടെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റി. സൃഷ്ടിച്ചവനേക്കാൾ അവർ സൃഷ്ടിയെ ആരാധിച്ചു, ഭജിച്ചു. പ്രൈസർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ മെറ്റൽ ആരാധന. വേദപുസ്തകത്തിന്റെ ആരാധന എന്താണ്? സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. അതുകൊണ്ട് പെന്തക്കോസുകാരന്റെ ആരാധന രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ ഒന്നുമല്ല. പെന്തക്കോസുകാർ കമ്പ് ഭക്ഷണം, കോഴി നേർച്ച, ഈത്ത് മത്സരം, വെടിക്കെട്ട്, വാണം, പൂക്കുറ്റി, 8 മുൻപേ 14 ശ്രാദ്ധം, ഇതൊന്നും പെന്തക്കോസുകാർക്കില്ല. അവർക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും ബദൽ ശുശ്രൂഷയും കർത്താവിനെ ഉയർത്തുന്ന ശുശ്രൂഷയാണ്. ആത്മാവിനെ ആരാധിക്കുന്ന ശുശ്രൂഷയാണ്. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവർ യേശുവോട്
ദാസന്മാരോടുകൂടെ കറുത്ത കരമല്ല, തുളയ്ക്കപ്പെട്ട കരം കൂടെയുണ്ട്. നിങ്ങൾ ശക്തിയോടെ നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലതൊക്കെ നടക്കും. നടക്കാത്ത കാര്യങ്ങൾ നിങ്ങളോട് നടക്കും. ഒന്നാമതായിട്ട് നിന്റെ ശുശ്രൂഷയിൽ നടക്കേണ്ടത് ആന്തരിക അകത്തെ രൂപാന്തരത്തിന്റെ അത്ഭുതം നടക്കും. അത് വന്നു കഴിയുമ്പോൾ പുറത്തേക്ക് ഇതിന് രൂപാന്തരം വരാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവിൽ വളരെ പറയാം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആസ്വാദമാക്കിയുള്ള ദൂതുകൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പുറപ്പെട്ടു. കേൾക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ ദൈവപരിശുദ്ധാത്മാവ് യേശുവിനെ ഗോൽഗോഥാമനയിലേക്ക് കൊണ്ടുപോകുന്നു. പട്ടാളവും പരീശന്മാരും ന്യായശാസ്ത്രിമാരും യഹൂദന്മാരും കഴുതകളും കുതിരകളും ആർമി പട ഉൾപ്പെടെ അരിമനാഥനെ തലങ്ങും വിലങ്ങും അടിച്ച് അതേ മുറിവേൽപ്പിച്ച് ഭയങ്കര മൃഗീയമായ രീതിയിൽ ആ 9 അടി ഉയരവും 54 കിലോ തൂക്കമുള്ള ഏകദേശം തൂക്കമുള്ള ഒരു കുരിശുമായിട്ട് കർത്താവിനെ കൊണ്ടുപോവുകയാണ്. അടിച്ചു. അദ്ദേഹത്തിന്റെ മെയിൻ ഞരമ്പുകൾ പൊട്ടി, അസ്ഥിയൊന്നും ഒടിഞ്ഞില്ല. മെയിൻ ഞരമ്പുകൾ പൊട്ടി, ചോര ചീറ്റിത്തെറിച്ചു. കഴുതയുടെ മേൽ, കുതിരയുടെ മേൽ, പുരോഹിതന്റെ മേൽ, പട്ടാളത്തിന്റെ മേൽ, കാണികളുടെ മേൽ ഒരൊറ്റ ഒരുത്തൻ മാനസാന്തരപ്പെട്ടില്ല, രക്ഷിക്കപ്പെട്ടില്ല. ഒരുത്തന് പാപമോചനം ലഭിച്ചില്ല. 6 കൊലപാതകം നടന്നത് നേരിട്ട് കണ്ടവൻ കട്ടച്ചോര ദേഹത്ത് വീണ മനുഷ്യരീനെ മുഴുവൻ നരകത്തിലേക്ക് പോയപ്പോൾ കൊല നടന്ന സ്ഥാനത്ത് നിന്നും 6000 കിലോമീറ്റർ ദൂരെ മാവേലിക്കര താലൂക്കി കിടന്ന നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ വലിയ രക്ഷ കിട്ടി. കണ്ടവരെല്ലാം നരകത്തിൽ പോയപ്പോൾ കാണാതെ വിശ്വസിച്ചവർ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഉണ്ണിയേശുവിനെ കുറിച്ചല്ല. ഇന്ന് രാത്രി ഞങ്ങളുടെ ആശാരിപ്പണി ചെയ്യാനായിട്ട് 16 വയസ്സുള്ള യേശു വ്യവസായ പിതാവുമായിട്ട് നസ്രത്തിന്റെ സെറ്റിയിൽ കട്ടിലും അലമാരിയും പണിയാൻ പോകുന്ന യേശുവിനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പ്രൈസ് ഗോഡ്. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരു യേശുവിനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. മനുഷ്യവർഗത്തിന്റെ പാപം ചുമക്കുന്ന കുരിശുമായി ഗോൽഗോഥയിലേക്ക് പോകുന്ന യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. 7 മൊഴികൾ പറഞ്ഞ് കുരിശന്മേൽ കിടന്ന് സകലതും നിവൃത്തിയായി എന്ന് പറയുന്ന ഒരു യേശുവിനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. റോമൻ ഗവൺമെന്റിന്റെ മുദ്ര വെച്ച കല്ലിന്റെ അകത്ത്, കല്ലറയ്ക്കകത്ത് ഒരുക്കിയ റുമാലി കൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്ന നിശ്ചലനായ ഡെഡ് ബോഡിയായ ഒരു യേശുവിനെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പെന്തക്കോസുകാരായ എനിക്കും നിനക്കും ഏത് പച്ചപ്പാതി രാത്രിക്കും പറയാൻ ഒന്നേ ഉള്ളൂ, ഞങ്ങളോ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പ്രസംഗിക്കുന്നു. നമ്മൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ പ്രസംഗിക്കുന്നു. ചെന്നിത്തല എന്നൊരു മോളിക്കുട്ടി ശ്വാസം മുട്ടലിന് വേണ്ടി പ്രാർത്ഥിക്കുക, നാഥാ ഉണ്ണിയേശുവേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ ഉണ്ണിയേശു നസറത്ത് നിനക്ക് പെട്ടെന്ന് ഉന്മേഷം നൽകും. മമ്മി എന്നെ വിടത്തില്ല. എന്നാ 16 വയസ്സുള്ള യേശുവിനോട് പ്രാർത്ഥിച്ചാലോ? അങ്ങനെ ചാച്ചൻ വിടത്തില്ല. പിന്നെ മോളെ മകട്ടെ അമ്മമ്മ ഞാനും കൂട്ടി വരുന്നു. ഞാൻ അങ്ങനെ വരാനായിട്ട് കുവൈറ്റ് വഴി അഫ്ഗാനിസ്ഥാൻ വഴി കറങ്ങി തിരിഞ്ഞ് ഡൽഹി വന്നു ചെല്ലുമ്പോൾ പ്രൈസുള്ള നിങ്ങൾ അങ്ങനെ വരാം. കുരിശേ കിടക്കുന്ന യേശുവിനോട് പ്രാർത്ഥിച്ചാലോ? യേശു കുരിശേ കിടക്കുന്ന യേശു ഇറങ്ങി നടന്നപ്പോൾ ഒരുത്തനും എനിക്ക് വേണ്ടായിരുന്നു. ഒരു ഇല്ല പരിവാക്കി എന്നെ ഇട്ടിരിക്കുക. ഞാൻ എങ്ങനെ വരാനാവോ? നീ കല്ലറയ്ക്കകത്ത് വെച്ചിരിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിച്ചാലോ? നാഥാമി ഇറങ്ങി വരും എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ ഒരു അനുഭവം കാണത്തില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിനോട് ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചാൽ നീ ഇരിക്കുന്ന മുറിയിലും വിദേശത്തിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിലും ആ സമയത്ത് തന്നെ റിസൾട്ട് 24 മണിക്കൂറിലാണ് നിനക്ക് തരുവാൻ കഴിയുന്ന ഒരു രക്ഷകനാണ് തമ്പുരാൻ. അവൻ സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല അധികാരവും പ്രാപിച്ചു കഴിഞ്ഞു. മറ്റൊരു രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അപ്പൊ 3-4 തലമുറയ്ക്കുണ്ടായ ഒരു മനുഷ്യനൊന്നും അല്ല. മത്തായിയുടെ സുവിശേഷം വായിച്ചു നോക്ക്. നിനക്കൊന്നും വായിക്കാൻ സമയമില്ല. സൂപ്പർ സീരിയലും സൂപ്പർ നടന്മാരും സ്റ്റണ്ട് പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ ഹിന്ദുക്കളായി ഞങ്ങളോട് ഞങ്ങൾ പറയാം. അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകൻ, എൽദയുടെ മകനായ പേരസിന്റെ മകനായ യെസ്രോന്റെ മകനായ അരാമിന്റെ മകനായ അബീനദാബിന്റെ മകനായ നയസോന്റെ മകനായ സൽബോന്റെ മകനായ ബോബസിന്റെ മകനായ ഓബിദിന്റെ മകനായ ഇഷയുടെ മകനായ ദാവീദിന്റെ മകനായ സലോമോന്റെ മകനായ രഹബ്യാവിന്റെ മകനായ അബിയാവിന്റെ മകനായ ആസയുടെ മകനായ യോശവത്തിന്റെ മകനായ യോദാവിന്റെ മകനായ ആകാശന്റെ മകനായ ഇസ്യാമിന്റെ മകനായ മനുഷ്യരുടെ മകനായ ശേദിയന്റെ മകനായ സെരുബാബിന്റെ മകനായ അബികുറുദന്റെ മകനായ ഏദി കുറുദന്റെ മകനായ ആസ്മുദിന്റെ മകനായ സോബത്തിന്റെ മകനായ ഏലിയാസിന്റെ മകനായ മസാന്റെ മകനായ യാക്കോബിന്റെ മകനായ കിടക്കുക. അതുകൊണ്ട് അഡ്രസ് ഉള്ളവനാ അവൻ. അഡ്രസ് ഉള്ളവനാ. രണ്ടാമത് വലിയ കയറി ഒന്നൊന്നും അല്ല. സംഖ്യാതി ദൈവങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നത്. യേശുക്രിസ്തുവിന്റെ പഴക്കത്തെ കുറിച്ച് ഒരു വാക്ക് പറയാം, ഞെട്ടരുത്. ആമേൻ ആമേൻ, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. ഈ മണ്ടന്മാരുടെ ഇടയ്ക്ക് ഈ മനുഷ്യവേഷത്തിൽ 3.5 കൊല്ലം നടന്നിട്ട് ഇവന്മാർക്ക് ഇത് തിരിച്ചറിയാതെ പോയല്ലോന്നുള്ളത്. കുറച്ച് ഉടയതമ്പരാൻ മനുഷ്യരൂപത്തിൽ 3.5 കൊല്ലം ഇവരുടെ ഇടയ്ക്ക് നടന്ന് ഇവന്മാർക്ക് മനസ്സിലായില്ല. നസ്രത്തിലെ വീട്ടുകാർ ഇനിയന്മാരും വരുന്നത് അവർ ഭൂതമുണ്ട്. അവർ ബേൽസെബൂലിനെ കൊണ്ട് തുറക്കുന്നു. അവന്റെ കരിയർ നശിപ്പിക്കാവുന്ന എല്ലാം ചെയ്തു. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ നിന്റെ കരിയർ നശിപ്പിക്കാൻ പലരും ശ്രമിക്കും. ഒന്നിനും പോകാണ്ട് നിന്നേച്ചാൽ മതി. നിന്നിക്കുന്നവരോട് നമ്മൾ മാനിക്കും. ദൈവം അധികാരത്തിൽ പ്രതികാരം വിഷഹാരത്തിൽ സകലൻ പോകരുത്.
നമ്മുടെ ദൈവം വിശ്വസനാണ്. നിങ്ങൾ ആശ്രയിക്കുന്നവരെ നീ അറിയുന്നു, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ല. രാത്രി സ്തുതിക്കുന്ന ഓരോ ദൈവമക്കളോടും കർത്തൃഭക്തന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ വെറുതെ ഇവിടെ വലിച്ചു കയറി വന്നതല്ല, നിങ്ങളുടെ ദൈവം നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അവൻ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ആരും കൊണ്ട് തന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ മിസ്രൈമിൽ നിന്നെ കൊണ്ടുവന്നതാണ്. പാരമ്പര്യത്തിന്റെയും അന്യാരാധനയുടെയും നടുവിൽ നിന്ന് ദൈവം നിന്നെ മുറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അവൻ മിസ്രൈം മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ കളഞ്ഞതിനെ നട്ടു. സ്വത്രം. ഒരു നല്ല നടപടമുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നീക്കം ചെയ്യേണ്ടതെല്ലാം നീക്കം ചെയ്യണം. ദൈവം വിശ്വസൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്കുകളെ തെറിപ്പിക്കുന്നില്ല, സമയം മുമ്പോട്ട് വളരെ പോയി. അപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ഒരു നല്ല ആത്മാവ് നമ്മളെ ഭരിക്കട്ടെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം ഇതിന്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ശക്തിയുടെയും ബലത്തിന്റെയും ജ്ഞാനത്തിന്റെയും സുബോധത്തിന്റെയും വെളിപ്പാടിന്റെയും ധൈര്യത്തിന്റെയും ദൈവശക്തിയുടെയും സ്വർഗത്തിന്റെ പക്ഷത്ത് നിന്ന് 10 വാക്ക് നീ പറഞ്ഞു. ഫുൾ സപ്പോർട്ട് ദൈവം നിനക്ക് തരും. ഫുൾ സപ്പോർട്ട് നിനക്ക് തരും. നിന്റെ ജീവകാലത്ത് ഒരുത്തൻ പോലും നിന്റെ നേരെ നിൽക്കത്തില്ല. യോശുവയ്ക്ക് ധൈര്യമായി പോയി. അപ്പൊ അനാക്യ മല്ലന്മാരെ എല്ലാം കൂടെ കാണാനായിട്ട് കനാനിൽ 10-12 പേരെ അയച്ചു. 10 പേര് ഇവര് പോയിച്ചു വന്നിട്ട് പറഞ്ഞു, നടക്കുന്ന കാര്യമൊന്നുമില്ല, എന്റെ ചോനോ സംഗതി ആ വശപ്പശമോ, അവർ അനാക്യ മല്ലന്മാര് അവർ നമ്മളെ തിന്നുകളയുന്ന ജാതിയാണ്. നൂന്റെ പകരായി യോശുവായും യെഹൂദയുടെ പകരായി കാലേബും പറഞ്ഞു, അച്ചായ നമുക്കത് കരസ്ഥമാക്കാൻ പറ്റും. ദൈവം നമ്മളോട് വാക്തത്വം പറഞ്ഞതോ. ഭൂരിപക്ഷത്തിന്റെ വാക്ക് കേട്ട് നിരാശയുടെ വാക്ക് പറയരുത്. ന്യൂനപക്ഷത്ത് നിന്ന് വിശ്വാസത്താൽ സംസാരിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. പത്രകാർത്തിയല്ല നമുക്ക് വിഷയം. ഇറാനിലെ യുദ്ധമല്ല, ഇറാന്റെ സ്തുതികളിൽ വസിക്കുന്നവരെ നല്ല വേദവസത്തിൽ ഇസ്രായേലിന്റെ സ്വർഗത്തിലെ ദൈവം ഉള്ളിടത്തോളം സമയം അവരുടെ പതാക ഉയർന്നതിനെ അവര് നമ്മുടെ സഹോദരങ്ങളാ. ദൈവത്തിന്റെ മഹത്വം ആര് തെറ്റിദ്ധരിച്ചാലും ആ കാര്യം. സൂസൻ രാജധാനി നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് പേർഷ്യ. അവിടെ കണ്ടോ, അവൻ യഹൂദനാണെങ്കിൽ അവനെ ജയിക്കത്തില്ല. ഹാമാൻ പല പണികൾ നോക്കി അവനെ കഴുകുമരത്തിലാക്കി ആ വംശത്തെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ രാജാവ് മുദ്രവോതിരം വഴി എസ്തേറിന് കൊടുത്തു. അത് സീലടിച്ചിടത്തെല്ലാം യഹൂദന്മാർക്ക് സന്തോഷമുണ്ടായി. ലോകത്തിൽ എവിടെ ക്രിസ്ത്യാനി നീ പീഡിപ്പിക്കപ്പെട്ടോ അവിടെ എല്ലാം നിനക്ക് വേണ്ടി ഉന്നതങ്ങൾ സംസാരിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. മഹത്വം. ഇന്ന് രാത്രി എല്ലാവരും കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആ ജാതീയ മനുഷ്യൻ കുടുംബമായി വിശ്വസിച്ചു, അവൻ സ്നാനപ്പെട്ടു, അവൻ രക്ഷിക്കപ്പെട്ടു. ആ യോഗം ദൈവിക നിർണയമായിരുന്നു. കൗൺസിൽ കൂടി ചെയ്തതല്ല, പരിശുദ്ധാത്മാവ് ചെയ്തതാണ്. ഈ ഭവനത്തിലെ യോഗവും ഇതിന്റെ പിന്നിൽ സഭയായി തീരുമാനിച്ചോ കൗൺസിൽ കൂടിയതോ ഗവൺമെന്റ് ഓർഡറൊന്നും അല്ല. ഇത് ദൈവം ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതാണ്. ഒരു നല്ല കൂട്ടായ്മ സഭകൾ ഒന്നിച്ചുകൂടി ദൈവത്തെ സൂചിക്കട്ടെ. അനുഗ്രഹീതരായ പ്രഭാഷകന്മാരെ വിളിക്കുക, ദുരുപദേശക്കാരനെ വിളിക്കരുത്. ദൈവത്തിന് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന വിശുദ്ധന്മാരെ വിളിച്ചോ. കുഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടം വരത്തില്ല. ധൈര്യശാലികളായിരിക്കണം, കൃപയുള്ളവരായിരിക്കണം, പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം, ദൂത് മറച്ചു വെക്കാത്തവരായിരിക്കണം, പണത്തിൽ വീഴാത്തവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. അടലേറും ജീവിതമരുവിൽ നീ തളരുകയോ, നിന്നെ അടലേറും